Welcome dear learners to Niels Academy MLT classes. അതായത് KWO ലാബ് അസിസ്റ്റന്റ് ക്ലാസ്സസിലേക്ക് നമുക്കിപ്പോൾ എന്തൊക്കെയാ പഠിക്കാനുള്ളത് നോക്കാം. അപ്പം അതിലെ മൈക്രോബയോളജി ടോപ്പിക്കാണ് നോക്കാൻ പോകുന്നത്. അപ്പം അതിലെ പാർട്ട് 1 അതിലെ മോഡ്യൂൾ 4 ആണ് മൈക്രോബയോളജി. അപ്പം മൈക്രോബയോളജിയില് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലെ കുറച്ച് ടോപ്പിക്സ് ഒക്കെ, അതായത് സ്ട്രക്ചർ ഓഫ് ബാക്ടീരിയ, ഇനിയിപ്പോൾ അതിന്റെ എന്താണ് ഷേപ്പും പിന്നെ ഡിസീസസ് അതൊക്കെയാണ്, പിന്നെ സ്റ്റെയിനിങ് ടെക്നിക്സ് അതാണ് നമുക്കിപ്പോൾ നോക്കാനുള്ളത്. അപ്പൊ മൈക്രോബയോളജി എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം എന്തായിരുന്നു, മൈക്രോബ്സ് അല്ലെ, സ്മോൾ ലിവിങ് ഓർഗാനിസംസ്. മൈക്രോസ് എന്ന് പറഞ്ഞാൽ സ്മോൾ, ബയോസ് മീൻസ് ലൈഫ്, ലോഗോസ് മീൻസ് സ്റ്റഡി. അപ്പൊ ദാറ്റ് മൈക്രോബയോളജി മീൻസ് ബ്രാഞ്ച് ഓഫ് ബയോളജി ദാറ്റ് ഡീൽസ് വിത്ത് മൈക്രോ ഓർഗാനിസംസ്. അപ്പൊ ഈ മൈക്രോ ഓർഗാനിസത്തിനെ കുറിച്ചുള്ള സ്റ്റഡിയാണ് നമ്മളിപ്പോ മൈക്രോബയോളജി എന്ന് പറയുന്നത്. ആൻഡ് അതിന്റെ ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ ഡിസ്കവറി ഓഫ് മൈക്രോബ്സ്, മൈക്രോ ഓർഗാനിസംസ് അത് സ്റ്റാർട്ട് ചെയ്തത് ഇൻ ദി എപ്പോഴായിരുന്നു? ദാറ്റ് ഈസ് ഹിസ്റ്ററി ഓഫ് മൈക്രോബയോളജി എന്ന് പറയുന്നത് സ്റ്റാർട്ട് ചെയ്തത് മൈക്രോസ്കോപ്പിന്റെ ഇൻവെൻഷനോടുകൂടി ഏകദേശം ഒരു 17th സെഞ്ചുറിയിലൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം ഈ അക്വാട്ടിക് മൈക്രോബ്സ് അതുപോലെ അല്ലാത്ത ബാക്ടീരിയോളജി അതിനെക്കുറിച്ചുള്ള സ്റ്റഡിയൊക്കെ നടന്നിട്ടുണ്ട്. ആന്റൺ വാൻ ല്യൂവൻഹോക്ക് ആണ് ദാറ്റ് ഈസ് ഹി എക്സാമിൻഡ് മൈക്രോ ഓർഗാനിസത്തിന് ആദ്യം എക്സാമിൻ ചെയ്തത്. the concept of spontaneous generation എന്താണ്, അരിസ്റ്റോട്ടിൽ ആൻഡ് others believed that living organisms could develop from non-living materials. Okay, അപ്പം ഒരു ആ മെറ്റീരിയലിന് ഇറ്റ് കണ്ടെയ്ൻസ് ഹീറ്റ്, ആ ഒരു എന്താ ലിവിങ് സ്റ്റേറ്റ് അല്ലെങ്കിൽ വൈറ്റൽ ഹീറ്റ് പ്രസന്റ് ആണെങ്കിൽ ആ നോൺ ലിവിങ് ആയിട്ട് മെറ്റീരിയൽസ് ലിവിങ് ഓർഗാനിസംസ് ഡെവലപ്പ് ചെയ്യുക എന്നാണ് ഈ സ്പോണ്ടേനിയസ് ജനറേഷനിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ആ കൺസെപ്റ്റ് ആദ്യം കുറച്ച് പേരൊക്കെ വിശ്വസിച്ചിരുന്നു. ആൻഡ് അപ്പം അത് അനുസരിച്ചിട്ട് മൈക്രോസ്കോപ്പിന്റെ ഇൻവെൻഷനോടുകൂടി ആന്റൺ വാൻ ല്യൂവൻഹോക്ക് സ്മോൾ മൈക്രോ ഓർഗാനിസംസ് കണ്ടുപിടിച്ചിരുന്നു. ഈ മൈക്രോ ഓർഗാനിസംസ് ഹി ഒബ്സർവ്ഡ് മൈക്രോ ഓർഗാനിസംസ് സച്ച് ആസ് ബാക്ടീരിയ, ഈസ്റ്റ്, ആൽഗെ അങ്ങനെയുള്ള, അതുപോലെ പ്രോട്ടോസോവ അങ്ങനെയുള്ള. അപ്പൊ ഈ ആന്റൺ വാൻ ല്യൂവൻഹോക്ക് ആണ് ഫസ്റ്റ് ഈ ദാറ്റ് ഇസ് മൈക്രോ ഓർഗാനിസത്തിനെയൊക്കെ മൈക്രോസ്കോപ്പിന്റെ ഇൻവെൻഷനോടുകൂടെ കണ്ടുപിടിച്ചത്. ഓർത്തിരിക്കണം, ആരാണ്? ആന്റൺ വാൻ ല്യൂവൻഹോക്ക് ആണ്. അപ്പൊ ഈ ഓർഗാനിസത്തിനെല്ലാം ഫസ്റ്റ് ഒബ്സർവ് ചെയ്തത് മാത്രമല്ല, ഹി നെയിംഡ് ദീസ് ഓർഗാനിസംസ് ആസ് ആനിമാക്യൂൾസ്. എന്താ അനിമാക്യൂൾസ്, അത് ഓർത്തിരിക്കണേ. ആന്റണി അല്ലെങ്കിൽ ആന്റോൺ, ANTONIE, അങ്ങനെയുള്ള 2 സ്പെല്ലിംഗ് ഉണ്ട്, ആന്റൺ വാൻ ല്യൂവൻഹോക്ക്. പിന്നെ അത് കഴിഞ്ഞാല് ദാറ്റ് ഈസ് നെക്സ്റ്റ് ലൂയിസ് പാസ്റ്റർ എന്ന് പറയുന്നതാണ്, ഹി ഈസ് നോൺ ആസ് ഫാദർ ഓഫ് മെഡിക്കൽ മൈക്രോബയോളജി അല്ലെങ്കിൽ ഫാദർ ഓഫ് ബാക്ടീരിയോളജി. ആരാണ്? ഇമ്പോർട്ടന്റ് ആണ്. ലൂയിസ് പാസ്റ്റർ ഇസ് ദ ഫാദർ ഓഫ് മെഡിക്കൽ മൈക്രോബയോളജി ഓർ ദി ഫാദർ ഓഫ് ബാക്ടീരിയോളജി. ലൂയിസ് പാസ്റ്റർ, അതുപോലെ പിന്നെ റോബർട്ട് കോച്ച് ഉണ്ട്, ഫാദർ ഓഫ് മെഡിക്കൽ മൈക്രോബയോളജി. ലൂയിസ് പാസ്റ്റർ ബാക്ടീരിയോളജിയുടെ. ദെൻ അപ്പം ലൂയിസ് പാസ്റ്റർ എന്താ ചെയ്തത്? ഹി ഇൻവെന്റഡ് ദ പ്രോസസ് ഓഫ് പാസ്ചറൈസേഷൻ, ഫെർമെന്റേഷൻ ആൻഡ് ഡെവലപ്ഡ് എഫക്റ്റീവ് വാക്സിൻസ് ഡെവലപ്പ് ചെയ്തത് ആരാണ്? ലൂയിസ് പാസ്റ്റർ. ഏതിനൊക്കെയായിരുന്നു വാക്സിൻസ് ഡെവലപ്പ് ചെയ്തത്? റാബിസ് ആൻഡ് ആന്ത്രാക്സ്. അപ്പൊ അതിന് വേണ്ട വാക്സിൻസ് ഒക്കെ ഡെവലപ്പ് ചെയ്തത് ലൂയിസ് പാസ്റ്റർ ആണ്. ആൻഡ് ഇറ്റ് വാസ് ഹി who coined the term microbiology എന്നുള്ള ടേം, എയറോബിക്, അനേറോബിക് അങ്ങനെയുള്ള ടേം ഒക്കെ കൊണ്ടുവന്നത് ആരാണ്? ലൂയിസ് പാസ്റ്റർ. അപ്പൊ ലൂയിസ് പാസ്റ്റർ ഈസ് ദി ഫാദർ ഓഫ്
ബാക്ടീരിയോളജി. അപ്പം ഈ ലൂയിസ് പാസ്റ്റർ മൈക്രോബയോളജി എന്നുള്ള ടേം എയറോബിക് അനേറോബിക് എന്നുള്ള ടേം എല്ലാം ഡിസ്ക്രൈബ് ചെയ്തത്. ആൻഡ് ഹി ഡിസപ്രൂവ്ഡ് ദ തിയറി ഓഫ് സ്പോണ്ടേനിയസ് ജനറേഷൻ. സ്പോണ്ടേനിയസ് നോട്ട് ജെർമിനേഷൻ, സ്പോണ്ടേനിയസ് ജനറേഷൻ ആണ്. Okay, spontaneous generation, and demonstrated that anthrax was caused by bacteria. ബാക്ടീരിയ. ആൻഡ് അപ്പൊ ഈ ബാക്ടീരിയയിൽ നിന്ന് ആന്ത്രാക്സ്, അതായത് വേറെ ഈ പാത്തജൻ കോസോട്ടിയോ ഓർഗാനിസം, അല്ലെങ്കിൽ ഡിസീസ് കോസിങ് ഓർഗാനിസംസ് ഒക്കെ ഉണ്ടാവുന്നുണ്ടെന്ന് ഹി ഡെമോൺസ്ട്രേറ്റഡ്. ഓക്കെ, അപ്പം അത് മാത്രമല്ല, ഹി ഓൾസോ പ്രൊഡ്യൂസ്ഡ് വാക്സിൻ ഉണ്ടാക്കുകയാണ് ചെയ്തത് ആന്ത്രാക്സിന്. അപ്പൊ അതുകൊണ്ട് സ്പോണ്ടേനിയസ് ജനറേഷനെ എൻകറേജ് ചെയ്തില്ല. പിന്നെ അടുത്തതാണ് ജോസഫ് ലിസ്റ്റർ. Joseph Lister. He concluded that wound infections were due to microorganisms. അല്ലെ, നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ആരാണ് പക്ഷെ wound infections were due to microorganisms എന്ന് കൺക്ലൂഡ് ചെയ്ത ആള് ജോസഫ് ലിസ്റ്റർ ആണ്. മാത്രമല്ല, he also devised a method to destroy microorganisms in the operation theatre by using carbolic acid. Okay, അപ്പൊ കാർബോളിക് ആസിഡ് വെച്ചിട്ടുള്ള ഡിസ്ഇൻഫെക്ഷൻ പ്രോസസ് ആദ്യം ഡിസ്കവർ ചെയ്തത് ആരായിരുന്നു? ജോസഫ് ലിസ്റ്റർ. ഓപ്പറേഷൻ തിയേറ്ററിൽ ജോസഫ് ലിസ്റ്റർ ആണ്. ദെൻ റോബർട്ട് കോഷ് demonstrated the role of bacteria in causing disease. He also perfected the technique of isolating bacteria in pure culture. കുറെ കൾച്ചർ ടെക്നിക്സ് നിങ്ങൾ പഠിച്ചിട്ടില്ലേ? അപ്പം ആരാണ് ഐസൊലേറ്റിംഗ് ബാക്ടീരിയ ഇൻ പ്യുവർ കൾച്ചർ ടെക്നിക്ക് ദാറ്റ് ഈസ് പെർഫോം ചെയ്ത് കറക്റ്റ് ആക്കി കൊണ്ടുവന്നത്? ദാറ്റ് ഈസ് റോബർട്ട് കോച്ച്. ഹി ഡെമോൺസ്ട്രേറ്റഡ് ദാറ്റ്. അപ്പോൾ ഹി ഓൾസോ ഡെമോൺസ്ട്രേറ്റഡ് ദ റോൾ ഓഫ് ബാക്ടീരിയ ഇൻ കോസിംഗ് ഡിസീസ്. കോഷ് പോസ്റ്റുലേറ്റ് എന്താണ്, പാസ്റ്ററിനെ പോലെ തന്നെ ഫേമസ് ആയിട്ടുള്ള ഒരു മൈക്രോബയോളജിസ്റ്റ് ആണ് കോഷ്. പോസ്റ്റുലേറ്റ് were much useful in differentiating pathogens from normal flora. സാധാരണ മൈക്രോ ഓർഗാനിസത്തിൽ നിന്ന് നമുക്ക് ഈ പാത്തജൻസിനെ ഡിഫറൻഷിയേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോഴും കോഷ് പോസ്റ്റുലേറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. Then Edward Jenner, he discovered the technique of vaccination which was help in preventing smallpox. പിന്നെ അലക്സാണ്ടർ ഫ്ലെമിംഗ് എന്താ ഡിസ്കവർ ചെയ്തത്? ആന്റിബയോട്ടിക് പെൻസിലിൻ ഫ്രം ദി പെൻസിലിയം നൊട്ടേറ്റം. ഏതെന്നാണ്? പെൻസിലിയം നൊട്ടേറ്റത്തിൽ നിന്നാണ്. സ്പീഷീസ് ഓർത്തേക്കണം, പെൻസിലിയം നൊട്ടേറ്റം. പെൻസിലിയം നൊട്ടാറ്റത്തിൽ നിന്ന് ആന്റിബയോട്ടിക് പെൻസിലിൻ വാസ് ഡിസ്കവേർഡ് ബൈ അലക്സാണ്ടർ ഫ്ലെമിംഗ്. ഓക്കെ, പിന്നെ പോൾ എൽറിക്, he discovered the treatment of syphilis by using arsenic. അപ്പൊ എന്ത് വെച്ചിട്ടാണ്? ആർസെനിക് വെച്ചിട്ട് സിഫിലിസിനെ ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന ഡിസ്കവർ ചെയ്തത് പോൾ എൽറിക് ആണ്. Then he studied toxins and antitoxins. പിന്നെ അതുപോലെ laid the foundation of biological standardization. ക്ലിയർ? അപ്പൊ ഈ മൈക്രോബയോളജിസ്റ്റുകളുടെ പേര്, അവരുടെ ഡിസ്കവറി, അവരുടെ എന്തൊക്കെയാണ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് എല്ലാം പഠിച്ചിരിക്കണം. ഓക്കെ, ദെൻ പിന്നെ അതുപോലെ ദിമിട്രി ഇവാനോസ്കി പബ്ലിഷ്ഡ് ദ ഫസ്റ്റ് എവിഡൻസ് ഓഫ് എ പാത്തോജനിക് ഏജന്റ്. ഏതാണ്? വൈറസ് ഫ്രം ടുബാക്കോ മൊസൈക് ഡിസീസ്, എഫക്റ്റീവ്ലി ലോഞ്ചിങ് ദ ഫീൽഡ് ഓഫ് വൈറോളജി. അപ്പൊ ഇനി വൈറോളജിയെ കുറിച്ചുള്ള സ്റ്റഡീസ് കൊണ്ടുവന്നത് ആരായിരുന്നു? ഡിമിട്രി ഇവാനോസ്കി. അപ്പം ഈ TMV വൈറസ് കുറിച്ചുള്ള സ്റ്റഡി ഒക്കെ കൊണ്ടുവന്നത് അതല്ലെങ്കിൽ ആ സ്റ്റഡി ചെയ്ത് അത് ഡിമിട്രി ഇവാനോസ്കിയാണ്. ആൻഡ് അപ്പം ന്യൂ ബ്രാഞ്ചസ് വേരിയസ് ബ്രാഞ്ചസ് വരികയാണ് ഉണ്ടായത് അതോടുകൂടെ. Then മൈക്രോ ഓർഗാനിസംസ്. മൈക്രോ ഓർഗാനിസംസ് അല്ലെങ്കിൽ മൈക്രോബ്സ് എന്ന് പറയുന്നത് എന്താണ്? നിങ്ങൾക്കറിയാം, ദേ ആർ ദി ഓർഗാനിസംസ് ദാറ്റ് ആർ സോ സ്മോൾ, അല്ലെ? അപ്പൊ മൈക്രോ നമുക്ക് കണ്ടുകൊണ്ട് കാണാൻ പറ്റാത്ത ഓർഗാനിസം തന്നെയാണ്
മൈക്രോ ഓർഗാനിസംസ് എന്ന് പറയുന്നത്. ആൻഡ് സ്റ്റഡി അബൌട്ട് ദം ഇസ് കോൾഡ് മൈക്രോബയോളജി. ഇത് ആദ്യം പറഞ്ഞിരുന്നതാണ്. അപ്പൊ അതാണ് മൈക്രോബയോളജി എന്ന് പറയുന്നത്. അപ്പൊ ദർ ആർ സിംഗിൾ സെൽഡ് ഓർ യൂണിസെല്ലുലാർ ഓർഗാനിസംസ് വൈഡ് സ്പ്രെഡ് ഇൻ ദ നേച്ചർ. സിംഗിൾ സെൽഡ്. അപ്പൊ ഇതില് എല്ലാ മൈക്രോ ഓർഗാനിസംസും ഹാംഫുൾ ആണെന്നില്ല. ചിലതൊക്കെ നമുക്ക് ബെനിഫിഷ്യൽ ആണ്. ഓക്കെ, ബെനിഫിഷ്യൽ ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസംസ് ഉണ്ട്. ആൻഡ് സം ആർ കോസിങ് സീരിയസ് ഡിസീസസ് ഉണ്ടാക്കുന്നുണ്ട് മൈക്രോ ഓർഗാനിസംസ്. അപ്പൊ അങ്ങനെ പല ടൈപ്പ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് ബാക്ടീരിയ, ഫംഗൈ, പ്രോട്ടോസോവ, വൈറസ് ഒക്കെ. അപ്പം പല ടൈപ്പ് ഓഫ് മൈക്രോ ഓർഗാനിസംസ് ഉണ്ട്. ദാറ്റ് ഈസ് ബാക്ടീരിയ ഉണ്ട്, ഫംഗസ് ഉണ്ട്, പ്രോട്ടോസോവ ഉണ്ട്, ദെൻ വൈറസസ്. ക്ലിയർ? ദെൻ ഈ ഡിസീസ് കോസിങ് ഓർഗാനിസംസിനെയാണ് പാത്തജൻസ് എന്ന് പറയുന്നത്. ഈ മെഡിക്കൽ മൈക്രോബയോളജിയിൽ എന്താ ചെയ്യുന്നത്? മെഡിക്കൽ മൈക്രോബയോളജി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ സ്റ്റഡി അബൌട്ട് ദി മൈക്രോബ്സ് ആൻഡ് ദ റോൾ ഇൻ ഹ്യൂമൻ ഇൽനെസ്. ഇപ്പം നമുക്കുണ്ടാകുന്ന രോഗങ്ങൾ, ഇപ്പൊ അതിനെ ഏത് മൈക്രോബ്സ് ആണ് ഏത് രോഗം ഉണ്ടാക്കുന്നത്, എന്താണ്, എങ്ങനെയാണ് അതിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ഈ മൈക്രോബ്സിനെയൊക്കെ ഡിസിൻഫെക്ട് ചെയ്യാൻ പറ്റുന്നത്, സ്റ്റെറിലൈസേഷൻ ടെക്നിക്സ്, അതെല്ലാം ഉൾപ്പെടുന്നത് മെഡിക്കൽ മൈക്രോബയോളജിയിലാണ്. ഓക്കെ, അപ്പം ഡിസീസ് കോസിങ് ഓർഗാനിസംസ് എന്ന് പറയുന്നത് തന്നെയാണ് പാത്തജൻസ് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ഇത് സ്റ്റഡി ഓൾസോ ഇൻക്ലൂഡ്സ് മൈക്രോബിയൽ പാത്തോജെനിസിസ്. മൈക്രോബിയൽ പാത്തോജെനിസിസ് എന്ന് വെച്ചാൽ ദ മെക്കാനിസം ബൈ വിച്ച് ദ ഡിസീസ് ഇസ് പ്രൊഡ്യൂസ്ഡ്. അപ്പൊ എങ്ങനെയാണ് ഡിസീസ് ഉണ്ടാക്കുന്നത്. പിന്നെ എപ്പിഡമോളജി, പിന്നെ അതുപോലെ ഇമ്മ്യൂണോളജി അതെല്ലാം ഉൾപ്പെട്ട. എപ്പിഡമോളജി എന്ന് പറഞ്ഞാൽ എപ്പിഡമിക്സ് സ്പ്രെഡ് ചെയ്യുന്നത്, ഡിസീസസ് ഒക്കെ സ്പ്രെഡ് ചെയ്യുന്നത്, ഇമ്മ്യൂൺ ഫങ്ഷൻസിനെ കുറിച്ചുള്ള സ്റ്റഡിയാണ് ഇമ്മ്യൂണോളജി. It also involves identification, treatment, or prevention of disease caused by bacteria, virus, and fungus. ഈ ബാക്ടീരിയ, വൈറസ്, ഫംഗസ് ഇതെല്ലാം കോസ് ചെയ്യുന്ന ഡിസീസിനെ എങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്യുന്നത്, അതൊക്കെ ട്രീറ്റ് ചെയ്യുന്നത്, കൺട്രോൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ പ്രിവെന്റ് ചെയ്യുന്നത്, അതെല്ലാമാണ് ഈ മെഡിക്കൽ മൈക്രോബയോളജിയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ ആണല്ലോ? ക്ലിയർ ആയില്ലേ? ദെൻ ഇപ്പൊ മൈക്രോബയോളജി വീണ്ടും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. എങ്ങനെ? ബേസ്ഡ് ഓൺ ടാക്സോണമി. ടാക്സോണമിക്കലി മൈക്രോബയോളജിനെ പലതായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിൽ ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ ഇസ് ബാക്ടീരിയോളജി. ആ പേര് തന്നെ അറിയാം, ടാക്സ ഫ്രം ദാറ്റ് ടാക്സ ഇറ്റ്സെൽഫ്. അപ്പോൾ ബാക്ടീരിയോളജി എന്ന് പറഞ്ഞാൽ എന്താണ്? ദ സ്റ്റഡി ഓഫ് ബാക്ടീരിയ. മൈക്കോളജി നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. മൈക്കോളജി എന്ന് പറഞ്ഞാൽ ദ സ്റ്റഡി ഓഫ് ഫംഗൈ ആൻഡ് പ്രോട്ടോസോളജി. അപ്പൊ ആ പേരിൽ തന്നെ അറിയാം എന്തിനെ കുറിച്ചുള്ള സ്റ്റഡി ആയിരിക്കും പ്രോട്ടോസോളജി എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ സ്റ്റഡി ഓഫ് പ്രോട്ടോസോവ. പിന്നെ പാരസിറ്റോളജി പറയുന്നത് ദ സ്റ്റഡി ഓഫ് പാരസൈറ്റ്സിനെ കുറിച്ചുള്ള സ്റ്റഡിയാണ് പാരസിറ്റോളജി. ദെൻ ഇമ്മ്യൂണോളജി, സ്റ്റഡി ഓഫ് ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ കുറിച്ചുള്ള സ്റ്റഡിയാണ് ഇമ്മ്യൂണോളജി. ദെൻ വൈറോളജി, ദ സ്റ്റഡി ഓഫ് വൈറസസ്. അപ്പൊ ബേസ്ഡ് ഓൺ ടാക്സോണമി മൈക്രോബയോളജിനെ ഇങ്ങനെ ബാക്ടീരിയോളജി, മൈക്കോളജി, പ്രോട്ടോസോളജി, പാരസിറ്റോളജി, ഇമ്മ്യൂണോളജി ആൻഡ് വൈറോളജി അങ്ങനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ നെക്സ്റ്റ്, അപ്പൊ എന്താണ് ഇൻഫെക്ഷൻ എന്ന് നോക്കാം. ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ ഡിസീസ് കോസ് ചെയ്യാൻ പോകുന്നത് അല്ലെ. അപ്പം ഇൻഫെക്റ്റഡ് ആവുക. അപ്പം ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞാൽ ഇൻഫെക്ഷൻ ഈസ് ദി ഇൻവേഷൻ അല്ലെങ്കിൽ ലോഡ്ജ്മെന്റ് ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ഓർഗാനിസം ഇൻ ദി ടിഷ്യൂ ഓഫ് എ ഹോസ്റ്റ്. ഒരു ഹോസ്റ്റിലേക്ക് ഒരു മൈക്രോ ഓർഗാനിസംസ് അല്ലെങ്കിൽ ഈ പാത്തജൻ എൻറ്റർ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ മെറ്റബോളിസം, ആ ഹോസ്റ്റിന്റെ മെറ്റബോളിസം അപ്ടേക്ക് ചെയ്തിട്ട് ഈ ദിസ് ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ഇൻഫെക്റ്റഡ് ഓർഗാനിസംസ് മൾട്ടിപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? അപ്പം ആ ഹോസ്റ്റില് ഏതപ്പം ബാക്ടീരിയ ആണോ വൈറസ് ആണോ ഫംഗസ് ആണോ എൻറ്റർ ചെയ്തിരിക്കുന്ന എങ്കിൽ ആ എൻറ്റർ ചെയ്യുന്നതിനെയാണ് ഇൻവേസ് ചെയ്യുക. അതായത് അതിനെ ഇൻവേഡ് ചെയ്ത് അതിനെ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്തേക്ക് അതിന്റെ സെൽസ് അല്ലെങ്കിൽ ടിഷ്യൂസിനകത്തേക്ക് കയറി അല്ലെങ്കിൽ ഏതെങ്കിലും സ്പെസിഫിക് ഓർഗൻസിലൊക്കെ എല്ലാം കയറി ഡിപ്പെൻഡ്സ് ഓൺ ദി പാത്തജൻ. ആ പാത്തജൻ അവിടെ നമ്മുടെ ഹോസ്റ്റിന്റെ എടുത്തിട്ട് അല്ലെങ്കിൽ അതിനെല്ലാം ഇൻഫെക്ട് ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്ത് ആ ടിഷ്യൂവിന്റെ ഭാഗമായിട്ട് തീരുന്നതിനെയാണ് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ,
അപ്പൊ ആ ഇൻഫെക്ഷൻസ്, എല്ലാ ഇൻഫെക്ഷൻസും ഡിസീസ് കോസ് ചെയ്യുന്നില്ല. Not all infections, however, results in disease. Okay. എല്ലാ ഇൻഫെക്ഷൻസും ഡിസീസ് കോസ് ചെയ്യുന്നില്ല. ഡിപ്പെൻഡിങ് ഓൺ ദി സ്പ്രെഡ് ഓഫ് ഇൻഫെക്ഷ്യസ് ഡിസീസ്, ദ കമ്മ്യൂണിറ്റി മേ ബി ക്ലാസിഫൈഡ് ഇൻ ടു ഡിഫറെന്റ് ടൈപ്സ്. അപ്പൊ ഈ ഇൻഫെക്ഷൻസ് എങ്ങനെയാണ് സ്പ്രെഡ് ചെയ്യുന്നത് അതനുസരിച്ചിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ. അപ്പൊ അത് ഏതൊക്കെയാ നോക്കാം. ക്ലാസിഫിക്കേഷൻ ഓഫ് ഇൻഫെക്ഷൻസ്. ഇൻഫെക്ഷൻസ് ആദ്യത്തേത് പ്രൈമറി ഇൻഫെക്ഷൻ. പ്രൈമറി ഇൻഫെക്ഷൻ എന്ന് പറയുന്നത് ഇനീഷ്യൽ ഇൻഫെക്ഷൻ വിത്ത് ഓർഗാനിസം ഇൻ ദി ഹോസ്റ്റ്. അപ്പൊ ആദ്യമായിട്ട് ഏതാണോ പാത്തജൻ അതിനകത്തേക്ക് ഇങ്ങനെ എൻട്രി ചെയ്യുന്നത്, എൻട്രി ചെയ്തിട്ട് ഇൻഫെക്ഷൻ ആ പ്രോസസ്സ് ഉണ്ടാക്കിയിരിക്കുന്നത്, അതിനെയാണ് പ്രൈമറി ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? പ്രൈമറി ഇൻഫെക്ഷൻ ഫസ്റ്റ് എൻട്രി ചെയ്ത ആ ഓർഗാനിസം ഉണ്ടാക്കിയിരിക്കുന്ന ആ ഡിസീസ് അല്ലെങ്കിൽ ആ ഇൻഫെക്ഷൻ സംഭവിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ അതിനെയാണ് പ്രൈമറി ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. ദെൻ റീഇൻഫെക്ഷൻ. റീഇൻഫെക്ഷൻ എന്ന് പറയുന്നത് വീണ്ടും ഓൾറെഡി ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഒരു ഹോസ്റ്റിലേക്ക് അവിടെ വീണ്ടും ഇൻഫെക്ഷൻ സംഭവിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെയാണ് സബ്സിക്വന്റ് ഇൻഫെക്ഷൻ ബൈ സെയിം ഓർഗാനിസം ഇൻ ദ ഹോസ്റ്റ്. അപ്പൊ ഒരാൾക്ക് ഫീവർ അല്ലെങ്കിൽ വൈറൽ ഇൻഫെക്ഷൻ വന്നു, റിക്കവർ ആയി കഴിഞ്ഞിട്ട് ഓക്കെ ഒക്കെ ആയി കഴിഞ്ഞാൽ വീണ്ടും സെയിം വൈറസ് ആ ഹോസ്റ്റിലേക്ക് അല്ലെങ്കിൽ ആൾക്ക് ഇൻഫെക്ട് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് റീഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. അതായത് സബ്സിക്വന്റ് ഇൻഫെക്ഷൻ അല്ലേ ഇവിടെ നടക്കുന്നത്. ദാറ്റ് ഇസ് റീഇൻഫെക്ഷൻ. ക്ലിയർ? ദെൻ സൂപ്പർ ഇൻഫെക്ഷൻ. സൂപ്പർ ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞാൽ എന്തെന്നാ പറയുന്നത്? ഇൻഫെക്ഷൻ ബൈ സെയിം ഓർഗാനിസം ഇൻ ദ ഹോസ്റ്റ് ബിഫോർ റിക്കവറി. അപ്പൊ ഓൾറെഡി ഇൻഫെക്റ്റഡ് ആണ്, അത് രോഗമൊന്നും ഭേദമായിട്ടില്ല. വീണ്ടും അപ്പൊ അതിന്റെ കൂടെ തന്നെ ഈ ഇൻഫെക്ഷ്യസ് ഓർഗാനിസംസ് വീണ്ടും ഇൻഫെക്ട് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ ആ ഇൻഫെക്ഷന്റെ ഇന്റൻസിറ്റി കുറച്ചുകൂടെ കൂടും. അപ്പൊ അതിനെയാണ് സൂപ്പർ ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. ക്ലിയർ? ദ നെക്സ്റ്റ് സെക്കൻഡറി ഇൻഫെക്ഷൻ. സെക്കൻഡറി ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞാല് അപ്പൊ നമ്മൾ പ്രൈമറി ഇൻഫെക്ഷൻ എങ്ങനെയാന്ന് പറഞ്ഞത് ഓർമ്മയില്ലേ? അപ്പം സെക്കൻഡറി ഇൻഫെക്ഷൻ എങ്ങനെയാന്ന് വെച്ചാൽ when in a host whose resistance is lowered by pre-existing infectious disease, a new organisms may set up in infection. അതിനെയാണ് സെക്കൻഡറി ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ അതായത് പ്രൈമറി ഇൻഫെക്ഷൻ നടന്നു കഴിഞ്ഞാൽ ഒരാളിൽ എന്തെങ്കിലും പാത്തജൻ എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ ഓൾറെഡി അയാൾ ഒരു രോഗിയായല്ലോ. അപ്പൊ രോഗിയാകുമ്പോൾ അയാളുടെ ഹെൽത്ത് ഒക്കെ വീക്ക് ആയിട്ടിരിക്കും. അപ്പം അതായത് ഇമ്മ്യൂണിറ്റി നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീണ്ടും ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് ആണെന്ന് നമ്മൾ പറഞ്ഞു കേട്ടിട്ടില്ലേ? അപ്പൊ അതന്നെ ഇവിടെ പറയുന്നത്. when a host whose resistance is lowered, റെസിസ്റ്റന്റ് പവർ ഒന്നും ഇല്ല എന്ന് പറഞ്ഞാല് എങ്ങനെയാ, ഏതെങ്കിലും ഇൻഫെക്ഷ്യസ് ഡിസീസ് കൊണ്ട് ആ ആളുടെ റെസിസ്റ്റൻസ് പവർ ഒക്കെ കുറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഏതെങ്കിലും ഇൻഫെക്ഷ്യസ് ഓർഗാനിസംസ് ഇൻഫെക്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. എന്നിട്ട് ഇൻഫെക്ഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ അതിനെയാണ് സെക്കൻഡറി ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. ക്ലിയർ? The next is focal infection. Focal infection എന്ന് പറയുന്നത് it is a condition where due to infection the localized site, അതായത് ഒരു പർട്ടിക്കുലർ ഫോക്കൽ ഇൻഫെക്ഷൻ, ദാറ്റ് ഈസ് ഒരു പർട്ടിക്കുലർ ഏരിയയിൽ, ഒരു പർട്ടിക്കുലർ സൈറ്റിൽ ഏതെങ്കിലും ഇപ്പൊ നമ്മുടെ കണ്ണില് അല്ലെങ്കിൽ തൊണ്ടയില്, ഇപ്പൊ ടോൺസിൽ, അപ്പൻഡിക്സ് അല്ലെങ്കിൽ ടോൺസിൽ, അപ്പൊ അങ്ങനെയുള്ള ഒരു ഇൻഫെക്ഷനെയാണ് ഫോക്കൽ ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. generally effects are produced. Okay, then cross infection. Cross infection എന്ന് പറഞ്ഞാൽ when a patient is suffering from a disease and a new infection is set up from another host or external source. മനസ്സിലായോ? അപ്പം ഓൾറെഡി ഡിസീസ്ഡ് ആണ്. അപ്പൊ ആ ഡിസീസ് ഉള്ളപ്പോ തന്നെ എന്താ അവിടെ സംഭവിക്കുന്നത്? വേറൊരു ഇൻഫെക്ഷൻ, പുതിയൊരു ഇൻഫെക്ഷൻ ആണ്. സെയിം ഇൻഫെക്ഷൻ അല്ല, ന്യൂ ഇൻഫെക്ഷൻ ആണ്. ഓക്കെ. ന്യൂ ഇൻഫെക്ഷൻ എവിടെന്നാ വരുന്നത്? മറ്റേതെങ്കിലും ഹോസ്റ്റിൽ നിന്ന് അല്ലെങ്കിൽ എക്സ്റ്റേണൽ സോഴ്സിൽ നിന്ന്. ഒരാൾക്ക് ഓൾറെഡി ഒരു രോഗമുണ്ട്, അപ്പം അവിടെ ആളുടെ ഇൻഫെക്ഷ്യസ് അല്ലെങ്കിൽ പാത്തജൻ ഉണ്ട്. ആ പാത്തജൻ ഉള്ളപ്പോ തന്നെ വേറെ ഏതെങ്കിലും എക്സ്റ്റേണൽ സോഴ്സ് അല്ലെങ്കിൽ മറ്റൊരാൾ വന്നു, അയാൾക്ക് വേറെ എന്തെങ്കിലും ഡിസീസ് ഉണ്ട്, അവിടെ നിന്ന് ഈ ആളുടെയും കൂടെ പാത്തജൻ ഇങ്ങോട്ടേക്ക് ഇൻവേഡ് ചെയ്ത് ഇൻഫെക്ഷൻ പ്രോസസ്സ് സംഭവിക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള ഇതിനെയാണ് ക്രോസ് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ. അപ്പം ഇത് ഫ്രം അനദർ ഹോസ്റ്റ് ഓർ എക്സ്റ്റേണൽ സോഴ്സ്, ദാറ്റ് ഈസ് ക്രോസ് ഇൻഫെക്ഷൻ. ക്ലിയർ?
Then nosocomial infection is cross infection occurring in എവിടെ സംഭവിക്കുന്നതാണ് ഹോസ്പിറ്റലില്. അപ്പൊ ഹോസ്പിറ്റലില് പലതരം രോഗികളുണ്ട്, പല പല ഇൻഫെക്ഷൻസ് ഒക്കെ ഉണ്ട് അവർക്ക്. അപ്പം അവിടെ നിന്നൊക്കെ ക്രോസ് ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ അതിനെയാണ് നോസോകോമിയൽ ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. പിന്നെ സബ് ക്ലീനിയൽ ഇൻഫെക്ഷൻ ഒന്നെന്ന് വെച്ചാല് ഇറ്റ് ഈസ് വൺ വേർ ക്ലിനിക്കൽ എഫക്ട്സ് ആർ നോട്ട് അപ്പാരന്റ്. ഈ ക്ലിനിക്കൽ എഫക്ട്സ് ഒന്നും ക്ലിയർ ആയിട്ട് അതായത് കാണാതിരിക്കുക, അങ്ങനെയൊക്കെ ഉള്ളത് തന്നെയാണ് സബ് ക്ലിനിക്കൽ ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. ദെൻ കോസറ്റീവ് ഏജൻസ് ഓഫ് ഇൻഫെക്ഷൻ. നമ്മളിപ്പം പലതരം ഇൻഫെക്ഷൻസ് പറഞ്ഞിരുന്നു. ഇനി ഈ ഇൻഫെക്ഷൻസ് ഒക്കെ എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്ന് നോക്കാം. അപ്പൊ ഈ ഇൻഫെക്ഷൻസ് നമ്മൾ പറഞ്ഞിരുന്നു എങ്ങനെയാണ് പാത്തജൻസ് ആണ് ഇൻവേഡ് ചെയ്യുന്നത്. അപ്പൊ ഈ പാത്തജൻസ് ഇൻവേഡ് ചെയ്ത് കഴിഞ്ഞിട്ട് പലതരം രോഗങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇൻഫെക്ഷൻ സംഭവിക്കുന്നുണ്ട്. അപ്പൊ അപ്പൊ ഏതൊക്കെയാണ് ഈ ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്നതിനുള്ള ഏജൻസ് എന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഇസ് പാരസൈറ്റ്സ്. അപ്പൊ ഈ പാരസൈറ്റ്സ് എന്ന് പറഞ്ഞാൽ ദേ ആർ ദി ഓർഗാനിസംസ് ദാറ്റ് ക്യാൻ എസ്റ്റാബ്ലിഷ് ദംസെൽഫ് ആൻഡ് മൾട്ടിപ്ലൈ ഇൻ ദി ഹോസ്റ്റ്. ഈ ഹോസ്റ്റില് എന്തെന്നാ ചെയ്യുന്നത്? പാരസൈറ്റ്സ് ദേ ആർ ദി ഓർഗാനിസംസ് ദാറ്റ് ക്യാൻ എസ്റ്റാബ്ലിഷ് ദംസെൽസ് ആൻഡ് മൾട്ടിപ്ലൈ ഇൻ ദി ഹോസ്റ്റ്. ഇപ്പം പാരസൈറ്റ്സ് അറിയാലോ, ഒരു ഹോസ്റ്റിനകത്തേക്ക് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഏതെങ്കിലും ഇപ്പം മൈക്രോബ്സ്, പലതരത്തിലുള്ള മൈക്രോബ്സ് ആ ഒരു ഹോസ്റ്റിലേക്ക് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ തന്നെ അത് ആ ഒരു മെറ്റബോളിസത്തിൽ, അല്ലെങ്കിൽ ആ ഒരു ഹോസ്റ്റിന്റെ മെറ്റബോളിസം, അല്ലെങ്കിൽ അവിടെ അവിടെ സ്പ്രെഡ് ചെയ്ത് അവിടെ തന്നെ വളർന്ന് ജീവിക്കുന്ന ആ ഒരു കണ്ടീഷൻ അവിടെ തന്നെ മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ടേയിരിക്കും. എന്നിട്ട് ഡിസീസ് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഉള്ളതിനെയാണ് പാരസൈറ്റ്സ് എന്ന് പറയുന്നത്. So they may be pathogens or commensal. പിന്നെ എന്ന് വെച്ചാൽ സൈലന്റ് ആയിട്ടിരിക്കുന്നത്. ഇപ്പൊ പാത്തജൻസ് എന്താന്ന് നോക്കാം. ഓർഗാനിസംസ് ദാറ്റ് ആർ കേപ്പബിൾ ഓഫ് പ്രൊഡ്യൂസിങ് ഡിസീസ് ഓൺ എ ഹോസ്റ്റ്. ഡിസീസ് കോസിങ് ഓർഗാനിസംസിനെയാണ് പാത്തജൻസ് എന്ന് പറയുന്നത്. ഓൺ ദ കോൺട്രി, കമൻസൽ മൈക്രോബ്സ് ക്യാൻ ലീവ് ഇൻ എ ഹോസ്റ്റ് വിതൗട്ട് കോസിങ് എനി ഡിസീസ്. ഉണ്ടോ? അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ പാരസൈറ്റ്സ് രണ്ട് തരത്തിൽ ഉണ്ടാവാം. ഒന്ന് പാത്തജൻസ് ഉണ്ട്, ഒന്ന് കമൻസൽ ഉണ്ട്. പാത്തജൻസ് എന്ന് പറയുന്നത് ദേ ക്യാൻ കോസ് ഡിസീസ്. വരാസ് കമൻസൽ എന്ന് പറഞ്ഞാല് മൈക്രോബ്സ് തന്നെയാണ്, ഈ പാരസൈറ്റിക് മൈക്രോബ്സ് ആണ്. പക്ഷെ എന്താണ്, അത് ഇവിടെ ഇങ്ങനെ ഇനാക്റ്റീവ് ആയിട്ട് ഇരിക്കുകയാണ് ചെയ്യുന്നത്. ഡിസീസസ് ഒന്നും ഉണ്ടാക്കൂല. ക്ലിയർ? പിന്നെ അടുത്ത കോസറ്റീവ് ഏജന്റ് ആണ് മാൻ. അപ്പം കോമൺ സോഴ്സ് ഓഫ് ഇപ്പൊ നമുക്കൊരു ഇൻഫെക്ഷൻ ഉണ്ട് എന്ന് വെച്ചാല് നമ്മൾ വേറെ ഇൻഫെക്ഷൻ ഒന്നും ഇല്ലാത്ത ആളുടെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ ആൾക്ക് സ്പ്രെഡ് ചെയ്യില്ലേ? അപ്പം മാൻ ഇസ് ഓൾസോ ആൻ ഏജന്റ്, കോസറ്റീവ് ഏജന്റ് ആണ്. ഒരു പേഷ്യന്റിൽ നിന്ന് അടുത്ത പേഷ്യന്റിലേക്ക് ഈ ഇൻഫെക്ഷൻ ഇങ്ങനെ ക്യാരി ചെയ്ത് കൊണ്ടുപോകുന്ന ഏജന്റ് ആണ്. കാരിയർ is a person harboring pathogenic organism without causing any disease to him. അപ്പൊ നമ്മൾ ഏതെങ്കിലും ഒരു പാത്തജനെ ക്യാരി ചെയ്യുന്നതാണെങ്കിൽ ഇറ്റ് ഈസ് നോൺ ആസ് കാരിയർ. ഓക്കെ. പിന്നെ അടുത്തതാണ് ആനിമൽസ്. ഇപ്പൊ ഇൻഫെക്ഷ്യസ് ഡിസീസസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ആനിമൽസിലൂടെ. ആനിമൽസ് ദാറ്റ് ഈസ് സ്വൈൻ ഫ്ലൂ, പിന്നെ അതുപോലെ ബേർഡ് ഫ്ലൂ, അങ്ങനെ പലതരം ഡിസീസസ് ഉണ്ടല്ലോ. അപ്പൊ അതെല്ലാം ആനിമൽസിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഉള്ള ഈ ആനിമൽസ് ടു മാൻ ലേക്ക് ഡിസീസ് വരുന്നതിനെയാണ് പറയുന്നത് zoonosis. Clear? Zoonosis. Then insects. But disease caused by insects are called arthropod-borne disease. ഇൻസെക്ട്സ് ആണ് കോസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ പറയുന്നതാണ് ആർത്രോപോഡ്-ബോൺ ഡിസീസ്. പിന്നെ അതുപോലെ സോയിൽ നിന്ന് ഡിസീസ് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. അപ്പം സ്പോർസ്, സോയിലില് പലതരം സ്പോർസ് ഒക്കെ പ്രസന്റ് ആയിരിക്കും. ടെറ്റനസ്, ബാസില്ലൈസ്, പിന്നെ ഗ്യാസ്, അങ്ങനെയുള്ള ഈ ഇൻഫെക്ഷ്യസ് സ്പോർസ് ഒക്കെ സോയിലിൽ പ്രസന്റ് ആണെങ്കിൽ അവിടെ നിന്ന് ഇൻഫെക്ഷൻ കോസ് ചെയ്യാൻ പറ്റും. ഓക്കെ, സ്പ്രെഡ് ചെയ്യാൻ പറ്റും. അപ്പൊ സോയിൽ ഇസ് ഓൾസോ ആക്ടിങ് ആസ് എ കോസറ്റീവ് ഏജന്റ് ഓഫ് ഇൻഫെക്ഷൻ. പിന്നെ അതുപോലെ വാട്ടർ.
വാട്ടറിന് പലതരം അസുഖങ്ങൾ വരുന്നുണ്ട് അല്ലെ. മെയിൻ ആയിട്ട് കോളറ, ഹെപ്പറ്റൈറ്റിസ്, പിന്നെ അതുപോലെ അങ്ങനെയുള്ള ദാറ്റ് ഈസ് വാട്ടറിനോട് സ്പ്രെഡ് ചെയ്യുന്ന ഡിസീസസ് ധാരാളം ഉണ്ട്. മെയിൻലി കോളറ ആൻഡ് ഹെപ്പറ്റൈറ്റിസ് എ ആൻഡ് ഹെപ്പറ്റൈറ്റിസ് ഇ. അപ്പൊ അത് ഫൗണ്ട് ഇൻ വാട്ടർ. പിന്നെ കോസറ്റി ഏജന്റ് എന്ന് പറയുന്ന കണ്ടാമിനേറ്റഡ് ഫുഡിന് കണ്ടാമിനേറ്റഡ് ഫുഡ് മേ ബി എ സോഴ്സ് ഓഫ് ഇൻഫെക്ഷൻ. അപ്പൊ ആ കണ്ടാമിനേറ്റഡ് ഫുഡ്സിൽ ധാരാളം പാത്തജൻസ് ഉണ്ടാവും, മേ ബി ഡ്യൂ ടു എക്സ്റ്റേണൽ കണ്ടാമിനേഷൻ, ഫുഡ് പോയ്സണിങ് അല്ലെ. ഫുഡ് പോയ്സണിങ് മെയിൻലി ഡ്യൂ ടു സ്റ്റെഫൈലോകോക്കസ് ബാക്ടീരിയയാണ് ഫുഡ് പോയ്സണിങ് ഉണ്ടാക്കുന്നത്. പിന്നെ അതുപോലെ സെക്ഷൽ കോണ്ടാക്ട് വഴി ഉണ്ടാവുന്ന ഡിസീസ് ആണ് അല്ലെങ്കിൽ ഇൻഫെക്ഷൻ ആണ് സ്പിൽസ് ആൻഡ് ഗുണേറിയ. മനസ്സിലായോ? അപ്പൊ ഇത്രയും കോസേറ്റീവ് ഏജൻസ്. അപ്പൊ ഇതില് കോസേറ്റീവ് ഏജൻസ് ഏതൊക്കെയാണെന്ന് പഠിച്ചേക്കുക. അപ്പൊ പാരസൈറ്റ്സ് പറഞ്ഞു, പാത്തജൻസ് പറഞ്ഞു, പിന്നെ മാൻ, ആനിമൽസ്, ഇൻസെക്ട്സ്, സോയിൽ, വാട്ടർ, ഫുഡ്. സെക്ഷൽ കോണ്ടാക്ട് വഴി ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. ദെൻ നമുക്ക് ഇനി അടുത്തത് നോക്കാം. ഹൗ ദിസ് മെത്തേഡ് ഓഫ് സ്പ്രെഡ് ഓഫ് ഇൻഫെക്ഷൻ. ഈ ഇൻഫെക്ഷൻ ഒരിടത്തു നിന്ന് അടുത്തതിലേക്ക് സ്പ്രെഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന്. ഫസ്റ്റ് വൺ ഇസ് ബൈ ഇൻഹലേഷൻ. ഇൻഹേൽ ചെയ്യുക. ഇൻഹേൽ ചെയ്യുന്നത് വഴി ഏതൊക്കെയാണ് നമ്മളിങ്ങനെ ദാറ്റ് ഇസ് എയർബോൺ ഡിസീസസ് ഒക്കെ ആയിരിക്കും ആ ഇൻഹലേഷൻസ് വഴി സ്പ്രെഡ് ചെയ്യുന്നത്. മെയിൻലി ഇൻഫ്ലുവൻസ, ട്യൂബർകുലോസിസ്, സ്മോൾ പോക്സ്, മീസിൽസ്, മംസ്. അപ്പൊ ഇത് അത്രയും പഠിച്ചേക്കണം കേട്ടോ. ഇൻഹലേഷൻ വഴി മെത്തേഡ്സ് ഓഫ് സ്പ്രെഡ് ഓഫ് ഇൻഫെക്ഷൻ. ഇപ്പൊ ഇത് ഒരെണ്ണം തന്നിട്ട് ഇത് ഏതാണ് ഇതിലൂടെ ഇൻഹലേഷൻ വഴി സ്പ്രെഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇത് ഏതാണ് ഇൻഹലേഷൻ വഴി സ്പ്രെഡ് ചെയ്യാത്തത് എന്നെല്ലാം ചോദിച്ചു കഴിഞ്ഞാൽ എഴുതാൻ അറിയണം. അപ്പൊ ഇൻഹലേഷൻ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഏതൊക്കെ ഇൻഫെക്ഷൻസ് ആണ് സ്പ്രെഡ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞത്. ഒന്ന് ഇൻഫ്ലുവൻസ, പിന്നെ അത് ട്യൂബർകുലോസിസ്, സ്മോൾ പോക്സ്, മീസിൽസ്, മംസ്, അങ്ങനെയുള്ള ഡിസീസസ് ഒക്കെ. പിന്നെ അടുത്തതാണ് ഇഞ്ചക്ഷൻ. ഇഞ്ചക്ഷൻ എന്ന് പറയുന്നത് അതിലൂടെ സ്പ്രെഡ് ചെയ്യുന്നതാണ്. മെയിൻലി നമ്മൾ ഇൻടേക്ക് ചെയ്യില്ലേ, അകത്തേക്ക് എടുക്കുമല്ലോ ഇഞ്ചക്ഷൻ. അപ്പം ഫുഡൊക്കെ ഇൻടേക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ വെള്ളം കുടിക്കുന്ന വഴി ഉണ്ടാവുന്നത്. പിന്നെ അതൊക്കെയാണ് കോളറ, ഫുഡ് പോയ്സണിങ്, ഡിസെൻട്രി, അപ്പൊ ദീസ് ആർ ഓൾ സ്പ്രെഡ് ബൈ ഇഞ്ചക്ഷൻ വഴിയാണ്. പിന്നെ അടുത്തതാണ് ഇനോക്കുലേഷൻ. ഇനോക്കുലേഷൻ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു ഓർഗാനിസത്തിന് വഴി നമ്മുടെ ബോഡിയിലേക്ക് എൻറ്റർ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ടെറ്റനസ് ഇൻഫെക്ഷൻ ആണ്, ഇൻഫെക്ഷൻ പ്രോസസ് വഴി ഉണ്ടാവുന്നത്. പിന്നെ അതുപോലെ റാബിസ് സ്പ്രെഡ് ഫ്രം ദി ഡോഗ്, അതുപോലെ കാറ്റ്, അങ്ങനെയുള്ള മൃഗങ്ങളിൽ നിന്നൊക്കെ സ്പ്രെഡ് ചെയ്യുന്നതാണ് റാബിസ്. പിന്നെ ആർബോ വൈറസ് ഇൻസെക്ട്സ് എന്ന് സ്പ്രെഡ് ചെയ്യുന്നതാണ്. അതുപോലെ സെറം ഹെപ്പറ്റൈറ്റിസ്. ഓക്കെ, അപ്പൊ ദീസ് ആർ ഓൾ ഇനോക്കുലേഷൻ. പിന്നെ അടുത്തതാണ് കൺജനിറ്റൽ. കൺജനിറ്റൽ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് സെക്ഷൽ ഡിസീസസ് ഒക്കെയാണ് ഈ കൺജനിറ്റൽ ഡിസീസസ്. കൺജനിറ്റൽ ഡിസീസസ്. അപ്പം കൺജനിറ്റൽ മെത്തേഡ് ഓഫ് ഇൻഫെക്ഷൻ സ്പ്രെഡിങ് വഴി ഉണ്ടാവുന്നതാണ് സിഫിലിസ്, റൂബെല്ല, ടോക്സോപ്ലാസ്മോസിസ്, സൈറ്റോമെഗാലോ വൈറസസ്. ഓക്കെ, എന്തൊക്കെയാ പറഞ്ഞത്? സിഫിലിസ്, റൂബെല്ല, ടോക്സോപ്ലാസ്മോസിസ്, സൈറ്റോമെഗാലോ വൈറസസ് പഠിച്ചേക്കുക. പിന്നെ ഇൻസെക്ട്സ് പലതരം ഇൻസെക്ട്സ് ഡിസീസ് കോസ് ചെയ്യുന്നുണ്ട്, ലൈക്ക് മോസ്കിറ്റോ, ഫ്ലീസ്, ലൈസ്. ട്രാൻസ്മിറ്റ് ഇൻഫെക്ഷൻ. അപ്പൊ അങ്ങനെ ദേ ആർ ആക്ടിങ് എസ് എ വെക്ടർ അല്ലെ, വെക്ടർ ബോൺ ഡിസീസസ് ഉണ്ട്, മലേറിയ അങ്ങനെയുള്ളതെല്ലാം. അപ്പൊ ട്രാൻസ്മിഷൻ മേ ബി മെക്കാനിക്കൽ ട്രാൻസ്മിഷൻ ഉണ്ട്, അതായത് ട്രാൻസ്മിഷൻ ഓഫ് ഡിസെൻട്രി ഓർ ടൈഫോയിഡ്. അത് ഡിസീസ് കോസിങ് ഓർഗാനിസം എന്താണ്, ബാക്ടീരിയ ആണെങ്കിലും അത് സ്പ്രെഡ് ചെയ്യിക്കുന്നത് ഏതാണ്, ഹൗസ് ഫ്ലൈ ആണ് അല്ലെ. അപ്പൊ ഈ ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത് മെക്കാനിക്കൽ കോസ് ആണ്. എന്ന് വെച്ചാൽ ഈ മെക്കാനിക്കൽ വെക്ടർ ആണ് ഈ ഡിസീസിനെ ട്രാൻസ്മിറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ദേ ആർ ഓൾസോ നോൺ ആസ് ബയോളജിക്കൽ വെക്ടർ. ഓക്കെ, ബയോളജിക്കൽ വെക്ടർ. ആൻഡ് എങ്ങനെയാണ് ബയോളജിക്കൽ വെക്ടർ എന്ന് പറയുന്നത്? ഇഫ് ദ പാത്തജൻ മൾട്ടിപ്ലൈസ് ഇൻ ദ ബോഡി ഓഫ് എ വെക്ടർ. അപ്പൊ ആ പാത്തജൻ ആ വെക്ടറിന്റെ ബോഡിയിൽ
തന്നെ വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇൻ കേസ് ഓഫ് അനോഫിലസ് മോസ്കിറ്റോ, മലേറിയയിൽ കാണുന്നത്, മലേറിയ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതൊക്കെ ബയോളജിക്കൽ വെക്ടറിന് എക്സാമ്പിൾ ആണ്, പഠിച്ചേക്കുക, ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ സം ഓഫ് ദ വെക്ടേഴ്സ് മേ ആക്ട് ആസ് റിസർവോയർ ഹോസ്റ്റ്, റിസർവോയർ ഹോസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. എക്സാമ്പിൾ ടിക്സ്, ടിക്സ് ഇൻ റിലാപ്സിംഗ് ഫീവർ അല്ലെങ്കിൽ സ്പോട്ടഡ് ഫീവർ, ടിക്സ് റിസർവോയർ ഹോസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ അടുത്തതാണ് ആട്രോജനിക് ഡിസീസ്. ആട്രോജനിക് ഡിസീസ്, അവിടെ ഈ ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇൻഫെക്ഷൻ ഇസ് ഇൻഡ്യൂസ്ഡ് ബൈ ഫിസിഷ്യൻ. അപ്പൊ ഈ ഫിസിഷ്യൻ അല്ലെങ്കിൽ നമ്മളെ ഡോക്ടേഴ്സ് വഴിയെല്ലാം അങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇൻഫെക്ഷൻ ഉണ്ടാവുന്നതാണ് ആട്രോജനിക് ഡിസീസസ്. നോസോകോമിയൽ ഇൻഫെക്ഷൻ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്, ക്രോസ് ഇൻഫെക്ഷൻ. ക്രോസ് ഇൻഫെക്ഷൻ എവിടെന്നാ കിട്ടുക? ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടുന്നത് തന്നെയാണ് നോസോകോമിയൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം മെത്തേഡ് ഓഫ് സ്പ്രെഡ് ഓഫ് ഇൻഫെക്ഷൻ നമ്മൾ ഏതൊക്കെയാ പറഞ്ഞത്? ഇൻജെക്ഷൻ പറഞ്ഞു, ഇൻഹലേഷൻ പറഞ്ഞു, ഇനോക്കുലേഷൻ, കൺജനിറ്റൽ, ദെൻ ഇൻസെക്ട്സ് വഴി സ്പ്രെഡ് ചെയ്യുന്നുണ്ട്, ദെൻ പാത്തോജനിക് ഇൻസെക്ട്സ് വഴി സ്പ്രെഡ് ചെയ്യുന്നുണ്ട്, ദെൻ ആട്രോജനിക് ഇൻഫെക്ഷൻ ഉണ്ട്, നോസോകോമിയൽ ഇൻഫെക്ഷൻ ഉണ്ട്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഇസ് പാത്തോജെനിസിറ്റി. എന്താണ് പാത്തോജെനിസിറ്റി എന്ന്? പാത്തോജെനിസിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഇസ് റെഫേർഡ് ടു ദി എബിലിറ്റി ഓഫ് മൈക്രോബിയൽ സ്പീഷീസ് ടു പ്രൊഡ്യൂസ് ഡിസീസ്. അപ്പൊ പാത്തജൻസ് എന്ന് പറഞ്ഞാൽ എന്താ അറിയാം അല്ലെ? ഡിസീസ് കോസിങ് ഓർഗാനിസത്തിനെയാണ് പാത്തജൻസ് എന്ന് പറയുന്നത്. അപ്പൊ പാത്തോജെനിസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ദാറ്റ് ഈസ് ദ എബിലിറ്റി ഓഫ് ദീസ് മൈക്രോബിയൽ സ്പീഷീസ് ടു പ്രൊഡ്യൂസ്. അപ്പൊ ഏതാണോ പാത്തജൻ, ആ പാത്തജന് ഡിസീസ് ഉണ്ടാക്കാനുള്ള കഴിവിനെയാണ് ഈ പാത്തോജെനിസിറ്റി എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? ദെൻ വിറുലൻസ്, വിറുലൻസ്. അപ്പൊ പാത്തോജെനിസിറ്റി ഉണ്ട്, വിറുലൻസ് ഉണ്ട്. വിറുലൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? റെഫർ ടു ആസ് ദ എബിലിറ്റി ഓഫ് മൈക്രോ ഓർഗാനിസം ടു പ്രൊഡ്യൂസ് ഡിസീസ്. ആ മൈക്രോ ഓർഗാനിസത്തിന്, ഏത് മൈക്രോബിയൽ സ്ട്രെയിനിന് ഡിസീസ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവിനെയാണ് വിറുലൻസ് എന്ന് പറയുന്നത്. ചില അതായത് എല്ലാ ഡിസീസ് ഓർഗാനിസത്തിന് ഇപ്പം അല്ലെ ഡിസീസ് കോസിങ് ഓർഗാനിസം എല്ലാ ഓർഗാനിസും എടുക്കുകയാണെങ്കിൽ അതില് ചിലതിന് മാത്രമേ വിറുലന്റ് ആയിരിക്കുള്ളൂ. ഇപ്പം പ്ലസ് ഉണ്ട്, മൈനസ് സ്ട്രെയിൻസ് ഉണ്ടാവും. അപ്പൊ ചിലപ്പോ ചിലതില് പ്ലസ് സ്ട്രെയിൻ ആയിരിക്കും ഡിസീസ് കോസിങ്. മനസ്സിലായോ? അപ്പൊ മൈനസ് സ്ട്രെയിൻ ഡിസീസ് കോസിങ് ആവില്ല. അങ്ങനെ അതപ്പോ ഡിസീസ് കോസ് ചെയ്യാൻ കഴിവുള്ളതിനെയാണ് വിറുലൻസ് എന്ന് പറയുന്നത്. അല്ലാത്തത് എവിറുലന്റ് സ്ട്രെയിൻസ് എന്നാണ് പറയുന്നത്, മൈക്രോബിയൽ സ്ട്രെയിൻസ്. ക്ലിയർ? ദെൻ എൻഡമിക് ഡിസീസ്. എൻഡമിക് ഡിസീസ്, എൻഡമിക് ഡിസീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പൊ എൻഡമിക് ഡിസീസ്, എൻഡമിക് പ്ലാന്റ്സ് അറിയില്ലേ? അപ്പൊ അതുപോലെ എൻഡമിക് എന്ന് പറഞ്ഞാൽ ദാറ്റ് ആർ കോൺസ്റ്റന്റ്ലി പ്രസന്റ് ഇൻ എ പെർട്ടിക്കുലർ ഏരിയ, ഒരു പെർട്ടിക്കുലർ ഏരിയ, ഒരു പ്രത്യേക സ്ഥലത്ത് മാത്രം. ഫോർ എക്സാമ്പിൾ സിക്കിൾ സെൽ അനീമിയ, അവിടെ അട്ടപ്പാടിയിലൊക്കെ കാണുന്നത്. അപ്പം ദാറ്റ് ഇസ് പെർട്ടിക്കുലർ ഏരിയയിൽ മാത്രം ആയിട്ട് കാണുന്ന ഡിസീസിനെയാണ് എൻഡമിക് ഡിസീസ് എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ ടൈഫോയിഡ് ഫീവർ ഇസ് എൻഡമിക് ടു മോസ്റ്റ് പാർട്സ് ഓഫ് ഇന്ത്യ, ടൈഫോയിഡ് ഫീവർ. ദെൻ അതുപോലെ തന്നെ എപ്പിഡമിക് ഡിസീസ്, എൻഡമിക് ആൻഡ് എപ്പിഡമിക് ഡിഫറൻസ് നോക്കിയേക്ക. എപ്പിഡമിക് ഡിസീസ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ജസ്റ്റ് വൺ ദാറ്റ് സ്പ്രെഡ്സ് റാപ്പിഡ്ലി, പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യും. Epidemic disease, okay, involving many persons in an area at the same time. ഫോർ എക്സാമ്പിൾ വൈറൽ ഇൻഫെക്ഷൻസ് ഒക്കെ, കോമൺ കോൾഡ് അല്ലേ? ഒരു വീട്ടിൽ ഒരാൾക്ക് വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും വരുമല്ലോ. ഇൻഫ്ലുവൻസ കോസസ് ആനുവൽ വിന്റർ എപ്പിഡമിക്സ് ഇൻ ഓൾ കൺട്രീസ്. അപ്പൊ സാധാരണ ആ സീസൺ അനുസരിച്ചിട്ട് വരുന്നതാണ് ഇൻഫ്ലുവൻസ. എപ്പിഡമിക് ഡിസീസ് ആണ്. ഒരു സ്ഥലത്ത് ആ ഒരു പർട്ടിക്കുലർ ക്ലൈമാറ്റിക് കണ്ടീഷനിലൊക്കെ എല്ലാം ഒട്ടുമിക്ക ആൾക്കാർക്കും എപ്പിഡമിക് ഡിസീസ് ഉണ്ടായിക്കോളും. അതിങ്ങനെ പെട്ടെന്ന് തന്നെ എല്ലായിടത്തേക്കും സ്പ്രെഡ് ചെയ്തിരിക്കും. നെക്സ്റ്റ് ഇസ് പാൻഡമിക്. പാൻഡമിക്കും എപ്പിഡമിക്കും വ്യത്യാസമുണ്ട്. എന്താണ് പാൻഡമിക്, എന്താണ് എപ്പിഡമിക് എന്ന് കൃത്യമായി മനസ്സിലാക്കി വെച്ചേക്കുക. പാൻഡമിക് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ആൻ എപ്പിഡമിക്. എന്താണ്? എപ്പിഡമിക് ഡിസീസ് തന്നെയാണ് എന്ന് വെച്ചാൽ പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യുന്ന അർത്ഥം അല്ലെ? ദാറ്റ് സ്പ്രെഡ്സ് ത്രൂ മെനി ഏരിയാസ് ഓഫ് ദി വേൾഡ്. എപ്പിഡമിക് എന്ന് പറയുമ്പോൾ ആ ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ മാത്രമേ ഉള്ളൂ. പാൻഡമിക് അങ്ങനെയല്ല. എപ്പിഡമിക് ഡിസീസ് ആണ്, ലോകം മൊത്തം സ്പ്രെഡ് ചെയ്യും.
ലാസ്റ്റ് നമ്പർ ഓഫ് പേഴ്സൺസ് വിത്തിൻ എ ഷോർട്ട് പീരീഡ്. ഫോർ എക്സാമ്പിൾ ഇൻഫ്ലുവൻസ, കോളറ, പ്ലേഗ്. പിന്നെ ഇപ്പൊ ഒരു പാൻഡമിക് വന്നല്ലോ, അതായത് കോവിഡ്. അപ്പൊ പാൻഡമിക് എന്ന് പറയുന്ന വേൾഡ് മുഴുവൻ പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യുന്ന എപ്പിഡമിക്കിനെയാണ് പാൻഡമിക് എന്ന് പറയുന്നത്. ക്ലിയർ ആയി കാണുമെന്ന് വിചാരിക്കുന്നു. The next is classification of bacteria based on morphology. മോർഫോളജിനെ ബേസ് ചെയ്തിട്ട് this bacteria മെയിൻലി 6 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. നമുക്ക് ബാക്ടീരിയയുടെ സ്ട്രക്ചർ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് മുന്നത്തെ ക്ലാസ്സിൽ. അപ്പൊ ബാക്ടീരിയ എന്ന് പറയുന്നത് ദേ ആർ ദി സിംപ്ലസ്റ്റ്, സ്മോളസ്റ്റ്, മോസ്റ്റ് സക്സസ്ഫുൾ ആയിട്ടുള്ള പ്രോകാരിയോട്ടിക് ഓർഗാനിസം ആണ് ബാക്ടീരിയ എന്ന് പറയുന്നത്. ആരാണത് ഡിസ്കവർ ചെയ്തത്? ഓർമ്മയില്ലേ? ആന്റൺ വാൻ ല്യൂവൻഹോക്ക്. ആൻഡ് ഇറ്റ് ഇസ് പ്ലേസ്ഡ് ഇൻ ദി കിങ്ഡം മൊണീറ. അപ്പം ബാക്ടീരിയ യൂണിസെല്ലുലാർ ഫോംസ് ആണ്, മോസ്റ്റ്ലി യൂണിസെല്ലുലാർ ഫോംസ് ആണ്. ബാക്ടീരിയയുടെ ക്ലാസിഫിക്കേഷൻ എന്തൊക്കെയാന്ന് നോക്കാം. യൂക്കാരിയോട്ടിക് ആണോ പ്രോകാരിയോട്ടിക് ആണോ? പ്രോകാരിയോട്ടിക് അല്ലെ. അപ്പം ബാക്ടീരിയ ഡൈവേഴ്സ് കണ്ടീഷനിൽ വളരുന്നതാണ്. ഹാബിറ്റാറ്റ്, മോർഫോളജി, ടെമ്പറേച്ചർ ഡൈവേഴ്സ്, എല്ലാ ടെമ്പറേച്ചറിലും അഡാപ്റ്റ് ചെയ്ത് ജീവിക്കാനുള്ള കഴിവുണ്ട് ബാക്ടീരിയയിൽ. ആൻഡ് സം ഓഫ് ദ ബാക്ടീരിയ ആർ കോസിങ് various disease in animals and human beings also. Then ചിലതെല്ലാം ബെനിഫിഷ്യലുമാണ്. നമുക്ക് ബാക്ടീരിയന്റെ മോർഫോളജിക്കൽ ടൈപ്സ് ഏതൊക്കെയാന്ന് നോക്കാം. അപ്പൊ മെയിൻലി ബാക്ടീരിയ എന്ന് പറയുന്നത് യൂണിസെല്ലുലാർ ഫോംസ് ഉണ്ട്, മൈസീലിയൽ ഫോംസ് ഉണ്ട്. ഓക്കെ, ഇപ്പൊ യൂണിസെല്ലുലാർ ഫോംസിന് ആണ് നമ്മളിപ്പോ നോക്കുന്നത്. അതിൽ ദേ ആർ ക്ലാസിഫൈഡ് ഇൻ ടു ഫസ്റ്റ് വൺ ഇസ് കോക്കൈ. കോക്കൈ എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഷേപ്പ് എങ്ങനെയാണ്? സ്ഫെറിക്കൽ അല്ലെങ്കിൽ എലിപ്സോയിഡൽ അല്ലെങ്കിൽ അങ്ങനെ ബീൻ ഷേപ്ഡ് ബാസ്. ഓക്കെ, അപ്പൊ കോക്കൈ സ്ഫെറിക്കൽ ഇങ്ങനെ റൗണ്ട് ഷേപ്ഡ് ആയിരിക്കും. അപ്പം ഈ സ്ഫെറിക്കൽ തന്നെ ഇതെങ്ങനെയാണ് ഈ ഓരോരോ സ്ഫെറിക്കൽ ബാക്ടീരിയ അറേഞ്ച് ചെയ്തിരിക്കുന്നത് അതനുസരിച്ചിട്ട് വീണ്ടും ക്ലാസിഫൈ ചെയ്തിട്ട് ഫസ്റ്റ് വൺ ഇസ് മോണോകോക്കൈ. മോണോകോക്കൈ, മോണോ എന്ന് പറഞ്ഞാൽ എത്ര എണ്ണം ഉണ്ട് അവിടെ? ഒരെണ്ണം. കോക്കൈ ഇൻ സിംഗിൾസ്, ദാറ്റ് ഇസ് മോണോകോക്കസ് സ്പീഷ്യസിനെയാണ് മോണോകോക്കൈ. മോണോകോക്കൈ സ്പീഷ്യസിലെല്ലാം എന്താ ഒരു സിംഗിൾ കോക്കയെ കാണുള്ളൂ, ഒറ്റ എണ്ണ കാണുള്ളൂ. ഡിപ്ലോകോക്കൈ എന്ന് പറയുമ്പോൾ ഡൈ അല്ലെ, എന്ന് വെച്ചാൽ പെയർഡ് ആയിരിക്കും, രണ്ടെണ്ണം കാണാൻ പറ്റും. എക്സാമ്പിൾ ആണ് സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ. ഇമ്പോർട്ടൻറ്റ്. സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഡിപ്ലോകോക്കസ് സ്പീഷ്യസ് ആണ്, സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ. പിന്നെ സ്റ്റെഫൈലോകോക്കൈ. സ്റ്റെഫൈലോകോക്കൈ എന്ന് പറയുന്നത് എങ്ങനെയിരിക്കും? ഇങ്ങനെ ഗ്രേപ്പ് ലൈക്ക് ക്ലസ്റ്റേഴ്സ് ആയിട്ട് കാണുന്നതാണ്. സ്റ്റെഫൈലോകോക്കസ് ഓറിയസ്. സ്റ്റെഫൈലോകോക്കസ് ഓറിയസ് ആണ് എക്സാമ്പിൾ. ദെൻ സ്ട്രെപ്റ്റോകോക്കൈ. സ്ട്രെപ്റ്റോകോക്കൈ എന്ന് പറയുന്നത് that may be seen in the form of ചെയിൻ ആയിട്ട് കാണുന്നതാണ് സ്ട്രെപ്റ്റോകോക്കസ് പയോജൻസ്. ഈ എക്സാമ്പിൾസും ഈ ഫോംസും ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചേക്കണം. ദെൻ ടെട്രാഡ്, പേര് തന്നെ അറിയാം, 4 എണ്ണമായിട്ട് മൈക്രോകോക്കസ് സ്പീഷ്യസ്. ദെൻ സാർസിമ എന്ന് വെച്ചാൽ 8 എണ്ണം കാണും. അല്ലെങ്കിൽ ഇറ്റ് ഇസ് ഓൾസോ നോൺ ആസ് 8 എണ്ണത്തിന് എന്താണ്? ഒക്ടോകോക്കസ്. 8 കോക്കൈ ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ മോണോകോക്കസ് ഉണ്ട്, ഡിപ്ലോകോക്കസ് ഉണ്ട്, ഹെറ്ററോകോക്കസ് ഉണ്ട്, ഒക്ടോകോക്കസ് ഉണ്ട്, സ്റ്റെഫൈലോകോക്കസ്, അത്രയുണ്ട്. ദെൻ നെക്സ്റ്റ് ഇസ് ബാസില്ലൈ. ബാസില്ലൈ എന്ന് പറഞ്ഞാൽ they are the rod shaped bacteria. റോഡ് ഷേപ്പ് ആയിരിക്കും അല്ലെങ്കിൽ സിലിണ്ടറിക്കൽ ഷേപ്പ് ആയിരിക്കും. ഇവര് റോഡ് ഷേപ്പ് ബാക്ടീരിയ തന്നെ. ബാക്ടീരിയ ഒരെണ്ണം കാണുകയാണെങ്കിൽ മോണോബാസില്ലസ്, സിംഗിൾ സെല്ലേ ഉണ്ടെങ്കിൽ അതിനെ പറയുന്നതാണ് മോണോബാസില്ലസ്. ഇത് മുന്നേ പറഞ്ഞ പോലെ തന്നെ. അപ്പൊ 2 എണ്ണം ഉണ്ടെങ്കിൽ എന്തായിരിക്കും പറഞ്ഞത്? ഡിപ്ലോബാസില്ലസ്. 2 ചെയിൻ ഓഫ് സെൽസ്, ഒന്നിന്റെ അടുത്ത് തന്നെ 2 എണ്ണം ഇങ്ങനെ അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെ 2 ആയിട്ട് കാണാൻ പറ്റും. അങ്ങനെ ചെയിൻ ഓഫ് 2 cells can be seen in Diplobacillus. സ്ട്രെപ്റ്റോബാസില്ലസ് എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും? ചെയിൻ ഓഫ് ബാക്ടീരിയാസ്, റോഡ് ഷേപ്പ് ബാക്ടീരിയാസ്. അപ്പൊ അതാണ് സ്ട്രെപ്റ്റോബാസില്ലസ് അല്ലേ കാണുന്നത്. ഓക്കെ, ദേ ആർ ഓൾ റോഡ് ഷേപ്പ് ബാക്ടീരിയ. എക്സാമ്പിൾ ഈ കോളൈ, ക്ലെപ്സെല്ല,
പിന്നെ അതുപോലെ സ്ട്രെപ്റ്റോബാസില്ലസ്, മോണോബാസില്ലസ്, അതെല്ലാം എക്സാമ്പിൾ ആണ് ബാസില്ലസ് സ്പീഷ്യസിന്. പിന്നെ ഈ ചൈനീസ് ലെറ്റർ പാറ്റേണിൽ കാണുന്നതാണ് കോർണി ബാക്ടീരിയം, ഡിഫ്തീരി, കോക്കോബാസിലെ. Then next is Vibrio എന്ന് വെച്ചാൽ they are in the shape of coma. കോമ ഷേപ്പിൽ കാണുന്നതാണ് വിബ്രിയോ. വിബ്രിയോ കോളറ, കോളറെ എന്നാ പറയുന്നത്. വിബ്രിയോ കോളറെ കേവ് അല്ലെങ്കിൽ കോമ ഷേപ്ഡ് ഫോം ആണ് വിബ്രിയോ കോളറെ. പിന്നെ അതുപോലെ അസോസ്പൈറിലം, അക്വാസ്പൈറിലം, ഇതെല്ലാം കോമ ഷേപ്ഡ് ആയിട്ടുള്ള ബാക്ടീരിയാസ് ആണ്. Then next form is Actinomycetes. Actinomycetes എന്ന് പറഞ്ഞാല് they are rigid organisms like true bacteria but they resemble fungi. എന്ന് വെച്ചാല് നമ്മള് ആദ്യം പറഞ്ഞിരുന്നു ബാക്ടീരിയ മൈസീലിയൽ ഫോംസ് ഉണ്ട് എന്ന് അല്ലേ. യൂണിസെല്ലുലാർ ഫോംസ് ഉണ്ട്, മൈസീലിയൽ ഫോംസ് ഉണ്ട്. യൂണിസെല്ലുലാർ ഫോംസ് ആണ് ഈ പറഞ്ഞ പോലെ നമ്മൾ ഇപ്പൊ പറഞ്ഞ എക്സാമ്പിൾസ് ഒക്കെ, അതായത് സ്പെറിക്കൽ റോഡ്, പിന്നെ കർവ് അല്ലെങ്കിൽ സ്പൈറൽ ബാക്ടീരിയാസ് എല്ലാം യൂണിസെല്ലുലാർ ഫോംസ് ആണ്. അപ്പൊ അതുപോലെ തന്നെ ഫിലമെന്റാർ ഫോംസ് ഉണ്ട്, അതായത് ബ്രാഞ്ച്ഡും അൺബ്രാഞ്ച്ഡ് ഫോംസ് ഉണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെ ഈ ബ്രാഞ്ച്ഡ് ഫോംസ് ഓഫ് ബാക്ടീരിയ ആണ് ആക്ടിനോമൈസെറ്റസ്. അപ്പൊ ദീസ് ആർ റിജിഡ് ഓർഗാനിസംസ് ലൈക്ക് ട്രൂ ബാക്ടീരിയ ബട്ട് ദേ റിസംബിൾ ഫംഗൈ ആൻഡ് ദേ എക്സിബിറ്റ് ബ്രാഞ്ചിങ് കാണിക്കുന്നുണ്ട്, കണ്ടോ. ആൻഡ് ടെൻഡ് ടു ഫോം ഫിലമെന്റ്സ് പോലെ കാണാണ് ചെയ്യുന്നത്. ആക്ടിനോമൈസെറ്റസ് ഇസ്രേലി എക്സാമ്പിൾ. ഓക്കെ, പിന്നെ സ്ട്രെപ്റ്റോമൈസസ് സ്പീഷീസ് ഉണ്ട്, ആക്ടിനോമൈസെറ്റസ് വരുന്നതാണ്. മനസ്സിലായല്ലോ. ആക്ടിനോമൈസെറ്റസ് ഇമ്പോർട്ടന്റ് ആണ്. ആക്ടിനോമൈസെറ്റസ് ബ്രാഞ്ച്ഡ് ആണ്, ഫംഗസ് ലൈക്ക് ഫിലമെന്റ്സ് ആണ് ഇവിടെ കാണുന്നത്. പിന്നെ അടുത്തതാണ് സ്പൈറോകേറ്റ്സ്. സ്പൈറോകേറ്റ്സ് എന്ന് പറയുന്നത് ദേ ആർ ഓൾസോ മൈസീലിയൽ ബാക്ടീരിയ തന്നെയാണ്. അപ്പൊ ഇവിടെ എന്താ പ്രത്യേകത എന്ന് വെച്ചാല് കുറച്ചുകൂടെ വലിയതാണ്. ഹെലിക്കൽ അല്ലെങ്കിൽ സ്പൈറോ കണ്ടില്ലേ, സ്പൈറൽ ഷേപ്പ് ബാക്ടീരിയ ആണ്. ഹെലിക്കൽ ആണ്, സ്പൈറൽ ആണ്. പിന്നെ ഇതില് ഫ്ലജല്ലയൊന്നും കാണില്ല. ആൻഡ് പിന്നെ വേറെ എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിന് സ്പൈറോകേസ് ദേ ആർ റിലേറ്റീവ്ലി ലോങ്ങർ സ്ലെൻഡർ നോൺ ബ്രാഞ്ച്ഡ് ആണ്, നല്ല മെലിഞ്ഞിങ്ങനെ നീണ്ടിരിക്കും. മൈക്രോ ഓർഗാനിസംസ് ഓഫ് സ്പൈറൽ ഷേപ്ഡ് ഹാവിംഗ് സെവറൽ കോയിൽസ്. അപ്പൊ ഇതിന്റെ സെൽ വാള് നല്ല ഹാർഡ് ആയിട്ടുള്ള സെൽ വാൾ ആയിരിക്കും സ്പൈറോകേറ്റ്സിൽ എന്ന് പറയുന്നത്. എക്സാമ്പിൾ ലെപ്റ്റോസ്പൈറ, ട്രെപ്പോനീമ എക്സെട്ര. അപ്പൊ ഈ സ്പൈറോകേറ്റ്സ് ആണ് എന്താണ് ഡിസീസസ് ഉണ്ടാക്കുന്നത്. ഏതാണ്? ജോണ്ടിസ്, സിഫിലിസ് എന്നൊക്കെ പറയുന്ന ഡിസീസ് ഉണ്ടല്ലോ ഹ്യൂമൻ ബീങ്സിൽ. അപ്പൊ ദാറ്റ് ആർ കോസ്ഡ് ബൈ സ്പൈറോകേറ്റ്സ്. ദെൻ നെക്സ്റ്റ് ഇസ് മൈക്കോപ്ലാസ്മ. മൈക്കോപ്ലാസ്മ എന്ന് പറയുന്നത് ദേ ആർ ഒക്കറിങ് എങ്ങനെയാണ്? ദേ ഒക്കർ ഇൻ റൗണ്ട് ഓർ ഓവൽ ബോഡീസ്. ഇതിൽ കാണുന്നതാണ്, ഇങ്ങനെ എല്ലാം കണക്ട് ചെയ്തിട്ട് കാണുന്നതാണ് മൈക്കോപ്ലാസ്മ. ഇൻ ഇന്റർകലേറ്റിംഗ് ഫിലമെന്റ്സ് കണക്ട് ചെയ്ത് കാണുന്നതാണ്. These bacteria lack in rigid cell wall. The cell wall lacking ആണ് mycoplasma and are highly pleomorphic and of indefinite shape. Example Mycoplasma pneumoniae. Based on oxygen dependence, bacteria are classified into different groups. അടുത്ത ക്ലാസിഫിക്കേഷൻ ആണ്. അപ്പൊ the structure cocci, bacillus, that is rod shaped, spiral, Vibrio cholerae, spiral shaped ബാക്ടീരിയ. ഫ്ലജല്ല ഉള്ളതുണ്ട്, ഫ്ലജല്ല ഇല്ലാത്തതുണ്ട്. സ്റ്റെഫൈലോകോക്കസ് കണ്ടില്ലേ, ഗ്രേപ്പിന്റെ അത് കൊല പോലെ കാണുന്നത്, സാർസീനിയ, ഒക്ടേറ്റ്. ബേസ്ഡ് ഓൺ ദി ഓക്സിജൻ ഡിപ്പെൻഡൻസ് ബാക്ടീരിയ ക്ലാസിഫൈഡ് ഇൻ ടു ഗ്രൂപ്സ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതാണ് എയറോബ് ആൻഡ് അനേറോബിക്.
അപ്പൊ എയറോബ്സ് എന്ന് പറയുന്നത് ദീസ് ആർ ദോസ് ബാക്ടീരിയ ദാറ്റ് റിക്വയർ ഓക്സിജൻ. എയറോബിക് ബാക്ടീരിയ എന്ന് വെച്ചാൽ ഓക്സിജന്റെ പ്രസൻസിൽ മാത്രമേ അവർ സർവൈവ് ചെയ്യുള്ളൂ. അതിനെയാണ് എയറോബിക് ബാക്ടീരിയ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഒബ്ലിഗേറ്റ് എയറോബ്സ്. അപ്പൊ ഈ ഒബ്ലിഗേറ്റ് എയറോബ്സ് എന്ന് പറയുന്നത് അവർക്ക് എയർ ഇല്ല എന്ന് പറഞ്ഞാൽ അവർക്ക് ജീവിക്കാൻ പറ്റില്ല. അപ്പം ഓക്സിജൻ ഇസ് എസെൻഷ്യൽ ടു കംപ്ലീറ്റ് ദെയർ ഗ്രോത്ത്. അപ്പൊ അങ്ങനെയുള്ളതിനെയാണ് ഒബ്ലിഗേറ്റ് എയറോബ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ മൈക്കോബാക്ടീരിയം ട്യൂബർകുലേസസ്, വിബ്രിയോ കോളറ. എക്സാമ്പിൾസ് പഠിച്ചേക്കുക. മൈക്കോബാക്ടീരിയം ട്യൂബർകുലേസസ്, വിബ്രിയോ കോളറ, ഇതെല്ലാം ഒബ്ലിഗേറ്റ് എയറോബിക് ബാക്ടീരിയ ആണ്. ഒബ്ലിഗേറ്റ് അനേറോബ്സ്. അനേറോബ്സ് എന്ന് പറയുന്നത് അവിടെ ആബ്സെൻസ് ഓഫ് ഓക്സിജനിൽ അവർക്ക് വളരാൻ പറ്റും. എക്സാമ്പിൾ ക്ലോസ്ട്രീഡിയം, ബാക്ടീരിയോയിഡ്സ്. ക്ലോസ്ട്രീഡിയം, ബാക്ടീരിയോയിഡ്സ് ഒക്കെയാണ് എക്സാമ്പിൾസ്. അപ്പം ഈ അനേറോബ്സ് എന്ന് പറഞ്ഞാൽ കുറച്ച് എയർ കിട്ടിയാൽ മതി, അപ്പൊ അവര് ചത്തുപോയിക്കോളും. ഓൺ എക്സ്പോഷർ ഇവൻ ടു ട്രേസ് amount ഓഫ് ഓക്സിജൻ. ഓക്സിജൻ കിട്ടിയാൽ തന്നെ അവര് നശിച്ചു പോവാണ് ചെയ്യുന്നത്. ഫാക്കൽറ്റേറ്റീവ് അനേറോബ്സ് ആർ യൂഷ്വലി എയറോബ്സ് ആൻഡ് ഗ്രോ അണ്ടർ ബോത്ത് എയറോബിക് ആൻഡ് അനേറോബിക് കണ്ടീഷൻ. എയർ ഉള്ള സമയത്തും എയർ ഇല്ലാത്ത സമയത്തും അവർക്ക് ജീവിക്കാൻ പറ്റും. അതന്നെ ഫാക്കൽറ്റേറ്റീവ് അനേറോബ്സ് എന്ന് പറയുന്നത്. Most of the bacteria of medical importance are facultative anaerobes. Enterobacteriae, example. Then microaerophils. അപ്പൊ മൈക്രോഎയറോഫിൽസ് എന്ന് പറഞ്ഞാൽ എന്താ, കുറച്ച് എയർ മതി അവർക്ക് ജീവിക്കണമെങ്കിൽ. അപ്പൊ ഇച്ചിരി എയറിൽ തന്നെ they can survive. That is, they can grow first in the oxygen less than that present in the air. എയറിലുള്ളതിനേക്കാളും കുറച്ച് എയറിൽ തന്നെ അവർക്ക് സർവൈവ് ചെയ്യാൻ പറ്റും. കമ്പൈലോബാക്ടർ എക്സാമ്പിൾ. കമ്പൈലോബാക്ടർ. പിന്നെ അടുത്തത് ബാക്ടീരിയ ദാറ്റ് ക്യാൻ ഗ്രോ വെൽ വിത്ത് കാർബൺ ഡയോക്സൈഡ് റിച്ച് എൻവയൺമെന്റ്. കാർബൺ ഡയോക്സൈഡ് റിച്ച് എൻവയൺമെന്റ് ഇസ് കോൾഡ് കാർബോക്സിഫിലിക്. കാർബോക്സിഫിലിക് അല്ലെങ്കിൽ കാപ്പിനോഫിലിക്. കാപ്പിനോഫിലിക് പേരൊക്കെ പഠിച്ചേക്കുക. കാർബോക്സിഫിലിക്, കാപ്പിനോഫിലിക്. എക്സാമ്പിൾ ബ്രൂസെല്ല അബോട്ടസ്. ക്ലിയർ? ബ്രൂസെല്ല അബോട്ടസ്. അപ്പൊ ദീസ് ആർ ദി ബാക്ടീരിയാസ് ബേസ്ഡ് ഓൺ ദി ഓക്സിജൻ ഡിപ്പെൻഡൻസ്. അപ്പൊ ഓക്സിജൻ ഡിപ്പെൻഡൻസിന് അനുസരിച്ചിട്ട് ബാക്ടീരിയ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ് പറഞ്ഞത് നമ്മൾ? എയറോബ്സ്, ഒബ്ലിഗേറ്റ് എയറോബ് ഉണ്ട്, ഒബ്ലിഗേറ്റ് അനേറോബ്സ് ഉണ്ട്, ഫാക്കൽറ്റേറ്റീവ് അനേറോബ്സ് ഉണ്ട്, ദെൻ മൈക്രോ എയറോഫിൽസ് ഉണ്ട്. ഓക്കെ. ഇനി അടുത്തത് ബേസ്ഡ് ഓൺ ദി മോട്ടിലിറ്റി. അപ്പം ബാക്ടീരിയക്ക് ഫ്ലജല്ല ഉണ്ട്. ഫ്ലജല്ല വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദി ഫ്ലജല്ല ദേ ക്യാൻ മൂവ്. അപ്പൊ അതുകൊണ്ട് ഈ ബാക്ടീരിയ ഇങ്ങനെയാണ് അത് മൂവ് ചെയ്യുന്നത്. അതനുസരിച്ചിട്ട് ദേ ആർ ക്ലാസിഫൈഡ് മോട്ടൈൽ ആൻഡ് നോൺ മോട്ടൈൽ. ഇക്കോളൈ, വിബ്രിയോ കോളൈ. അപ്പം അങ്ങനെയുള്ള ബാക്ടീരിയാസിനൊക്കെ അവർക്ക് മൂവ് ചെയ്യാൻ പറ്റും. അതിനെയാണ് മോട്ടൈൽ ബാക്ടീരിയ എന്ന് പറയുന്നത്. മറ്റേത് നോൺ മോട്ടൈൽ, ദേ കനോട്ട് മൂവ്. എക്സാമ്പിൾ ക്ലബ്സില്ല, സ്റ്റെഫൈലോകോക്ക്. എക്സാമ്പിൾസ് പഠിച്ചേക്കുക. എല്ലാത്തിന്റെയും എക്സാമ്പിൾസ് ഇമ്പോർട്ടന്റ് ആണ്. വൃത്തിയായി എഴുതി പഠിച്ചേക്കുക. The next we can see the basic identification techniques. അപ്പൊ ഈ ബാക്ടീരിയാസ് ഇപ്പൊ നമ്മൾ പല ബാക്ടീരിയാസ് പറഞ്ഞു. അതിന്റെ that is where they are seen, എവിടെയാണ് അതിന്റെ കാണുന്നത്. that is കോസ്മോപൊളിറ്റൻ ആണ് ഡിസ്ട്രിബ്യൂഷൻ, ഡൈവേഴ്സ് ഹാബിറ്റാറ്റിൽ കാണുന്നുണ്ട്. പിന്നെ അതിന്റെ സെൽ വാൾ സ്ട്രക്ചർ ഒക്കെ നിങ്ങൾ മുന്നേ പഠിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പം പല ടൈപ്പ് ഓഫ് ബാക്ടീരിയാസ് നമ്മളിപ്പോ പറഞ്ഞു. മോർഫോളജിക്കൽ ടൈപ്സ്, that is based on their morphological feature. അതനുസരിച്ചിട്ട് ബാക്ടീരിയ, യൂണിസെല്ലാർ ബാക്ടീരിയ ഉണ്ട്, മൈസീലിയൽ ബാക്ടീരിയ ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ മൈസീലിയൽ ബാക്ടീരിയ, പല തരത്തിലുള്ള ബാക്ടീരിയ, എയറോബിക് ബാക്ടീരിയ, അതെല്ലാം ഇപ്പൊ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ഈ ബാക്ടീരിയസിനെയൊക്കെ നമ്മൾ എങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്യുക?
ഐഡന്റിഫൈ ചെയ്യുന്നതിനെ മെയിൻലി മൈക്രോ ഓർഗാനിസത്തിനെ ഐഡന്റിഫൈ ചെയ്യുന്ന മൈക്രോസ്കോപ്പ് വെച്ചിട്ട് ലബോറട്ടറിയിൽ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നുണ്ട്. എന്നാൽ ഇതിന്റെ സെൽ വാൾ എന്ന് പറയുന്നത് നമ്മളിപ്പം സ്റ്റെയിൻ ചെയ്ത് നോക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് ഈസി ആയിട്ട് ഏത് ടൈപ്പ് ഓഫ് സ്ട്രെയിൻ ആണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഓക്കെ, അപ്പം the main function of all diagnostic bacteriology laboratories is the detection and identification of microorganisms in a variety of samples. അപ്പൊ സാധാരണ ഒരു ലാബിൽ ചെന്ന് കഴിഞ്ഞാൽ പല ടൈപ്പ് ഓഫ് ബാക്ടീരിയാസ് പല അസുഖങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അല്ലെ. അപ്പൊ അത് ഏത് ടൈപ്പ് ഓഫ് ബാക്ടീരിയ ആണ്, അതിന്റെ സ്ട്രെയിൻ ഏതാണ്, അങ്ങനെയുള്ളതെല്ലാം കണ്ടുപിടിക്കണമെങ്കിൽ പല ടെക്നിക്സ് ഉണ്ട്. അഡീഷണലി ആന്റിബയോട്ടിക് സെൻസിറ്റിവിറ്റി ടെസ്റ്റിംഗ് ദി ഐസൊലേറ്റ് ഇസ് is of major importance. അപ്പൊ ഇത് കൂടാതെ കൺവെൻഷണൽ ഐഡന്റിഫിക്കേഷൻ ടെക്നിക്സ് കൂടുതലായിട്ടുണ്ട്. റാപ്പിഡ് ടെക്നിക്സ് കുറെ ഉണ്ട്. കൺവെൻഷണൽ ഐഡന്റിഫിക്കേഷൻ ടെക്നിക്സ് ഉണ്ട്, ദെൻ റാപ്പിഡ് ടെക്നിക്സ് ഉണ്ട്. എന്നിരുന്നാലും ഈസി ആയിട്ട് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന സ്റ്റെയിനിങ് ടെക്നിക്സ് ഓഫ് മൈക്രോസ്കോപ്പി തന്നെയാണ് ഇപ്പോഴും സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഐഡന്റിഫിക്കേഷൻ ടെക്നിക്ക്. ബാക്ടീരിയ ഐഡന്റിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ടെക്നിക്ക് സ്റ്റെയിനിങ് ടെക്നിക്കാണ്. ഓക്കെ, കോമൺലി യൂസ് ചെയ്യുന്നത്. അതുകൂടാതെ പിന്നെയും അത് ഒന്നുകൂടെ ഡയഗ്നൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബയോകെമിക്കൽ ഇൻവെസ്റ്റിഗേഷൻ, ബയോകെമിക്കൽ ടെസ്റ്റ്, എൻസൈമോളജി, പിന്നെ അങ്ങനെയുള്ള ടെസ്റ്റ് ഒക്കെ ചെയ്ത് കൺഫേം ചെയ്യാൻ പറ്റും. അതിന്റെ സ്പീഷീസ് ലെവലൊക്കെ നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റും. Okay, അപ്പോൾ there are several methods to identify different types of bacteria. അപ്പോൾ ഒന്ന് ഐസൊലേഷൻ ഇൻ ദി പ്യുവർ ഫോം. പ്യുവർ ഫോമിൽ നമ്മൾ അത് ഐസൊലേറ്റ് ചെയ്തിട്ട് ഏത് ടൈപ്പ് ഓഫ് ബാക്ടീരിയ ആണെന്ന് അതിന്റെ മോർഫോളജിക്കൽ ക്യാരക്ടർ വെച്ചിട്ട് ഐഡന്റിഫൈ ചെയ്യാണ് ചെയ്യുന്നത്. പിന്നെ സ്റ്റെയിനിങ് റിയാക്ഷൻ, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്റ്റെയിനിങ് ഉണ്ട്, ടെക്നിക്സ് ഉണ്ട്. അത് വെച്ചിട്ട് ഈ ടൈപ്പ് ഓഫ് ബാക്ടീരിയ ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. മോർഫോളജി ഓഫ് ബാക്ടീരിയൽ കോളനി ഫോം ചെയ്യുന്ന ആ പ്ലേറ്റിൽ നമ്മൾ പ്ലേറ്റ് ചെയ്യും. പല പ്ലേറ്റിംഗ് ടെക്നിക്സ് പഠിച്ചിട്ടില്ലേ? അപ്പൊ ആ പ്ലേറ്റ് ചെയ്യുമ്പോൾ ഏത് ടൈപ്പ് ഓഫ് കോളനിയാണ് ഫോം ചെയ്യുന്നത്, ആ കോളനിയുടെ മോർഫോളജി വെച്ചിട്ട് നമ്മൾ ഐഡന്റിഫൈ ചെയ്യും. പിന്നെ കൾച്ചറൽ ബാക്ടീരിയ കൾച്ചർ ചെയ്യുന്നതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് വെച്ചിട്ട് അതിന്റെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. മെറ്റബോളിക് ഫീച്ചേഴ്സ്, അങ്ങനെ അഥവാ അത് ദാറ്റ് ഈസ് ഏതെങ്കിലും എൻസൈംസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടോ അങ്ങനെയൊക്കെ നോക്കിയിട്ട്, പിന്നെ ബയോകെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ദാറ്റ് ബാക്ടീരിയ, അതെല്ലാം ബേസ് ചെയ്തിട്ട് നമുക്ക് ഈ ബാക്ടീരിയനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ക്ലിയർ? അപ്പൊ ഈ സ്റ്റെപ്സ് ഒക്കെ പഠിച്ചേക്ക് ബാക്ടീരിയനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന മെത്തേഡ്സ് ഇതൊക്കെയാണ്. ഇനി എങ്ങനെയാണ് ഡിറ്റക്ഷൻ ഓഫ് ബാക്ടീരിയൽ മോട്ടിലിറ്റി? അപ്പൊ ഇതെങ്ങനെ മൂവ് ചെയ്യുന്നുണ്ട് അല്ലെ? ദ മൂവ്മെന്റ് ഓഫ് ബാക്ടീരിയ മേ ബി എക്സാമിൻഡ് ഇൻ സോളിഡ് ഓർ സെമി സോളിഡ് അഗാർ മീഡിയ. ഇവിടെ വെച്ചിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏതർ ഇൻ ദി സോളിഡ് മീഡിയ അല്ലെങ്കിൽ സെമി സോളിഡ് അഗാർ മീഡിയയിലാണ് വെച്ച് മനസ്സിലാക്കുന്നത്. മൈക്രോസ്കോപ്പിക്കലി ഇൻ എ വെറ്റ് അൺസ്റ്റെയിൻഡ് പ്രിപ്പറേഷൻ ഓർ ഇൻ സ്റ്റെയിൻഡ് പ്രിപ്പറേഷൻ. അപ്പൊ ഏത് സ്റ്റെയിൻഡ് ആയിട്ടുള്ള കൾച്ചർ മീഡിയത്തില് അല്ലെങ്കിൽ അൺസ്റ്റെയിൻഡ് ആയിട്ടുള്ള കൾച്ചർ മീഡിയത്തിൽ ബാക്ടീരിയ മൂവ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് മോർട്ടാലിറ്റി ഡിറ്റക്ഷൻ മെത്തേഡ്സ് ഒക്കെ ഉണ്ട്. അത് വെച്ചിട്ടാണ് നമ്മൾ ബാക്ടീരിയ മൊട്ടൈൽ ആണോ നോൺ മൊട്ടൈൽ ആണോ എന്നൊക്കെ ഡിറ്റക്ട് ചെയ്യുന്നത്. അതിനുള്ള മെത്തേഡാണ് ഹാങ്ങിങ് ഡ്രോപ്പ് മെത്തേഡ്. ദിസ് ഇസ് ഹാങ്ങിങ് ഡ്രോപ്പ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മളിപ്പം ഒരു സ്ലൈഡ് ഉണ്ട്, അതായത് എന്ത് സ്പെസിമെൻ ആണെങ്കിലും സ്ലൈഡിൽ വെച്ചിട്ട് അതിനെ കവർ സ്ലിപ്പ് സ്റ്റെയിൻ ചെയ്യുന്നു, എന്നിട്ട് കവർ മൗണ്ട് ചെയ്ത് അല്ലെങ്കിൽ സിമ്പിൾ സെമി പെർമനന്റ് സ്ലൈഡ്സ് ഉണ്ടാക്കിയിട്ട് ജസ്റ്റ് നോക്കി ഐഡന്റിഫൈ ചെയ്യും അല്ലെ, അല്ലെങ്കിൽ പെർമനന്റ് സ്ലൈഡ്സ്. അപ്പൊ അതെല്ലാം സ്ലൈഡിന്റെ മുകളിൽ കവർ സ്ലിപ്പ് ഇട്ടിട്ട് നോക്കുകയാണ് ചെയ്യുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇവിടെ ഹാങ്ങിങ് ഡ്രോപ്പ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ക്യാവിറ്റി ഉള്ള സ്ലൈഡാണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, അപ്പൊ അതില് ദാറ്റ് ഈസ് ഈ ബാക്ടീരിയ കോളനി പ്ലേസ് ചെയ്യുമ്പം ദിസ് ബാക്ടീരിയ ഇങ്ങനെ മൂവ് ചെയ്യോ ഇല്ലയെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ അതാണ് ഹാങ്ങിങ് ഡ്രോപ്പ് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പൊ ഇൻ ദിസ് മെത്തേഡ് ഡ്രോപ്പ് ഓഫ് കൾച്ചർ, ഇവിടെ എന്താ സംഭവിക്കുന്നത്, നമ്മളൊരു സംഭവിക്കില്ല, എന്താണ് ചെയ്യുന്നത്, ആ ഒരു ഡ്രോപ്പ് ഓഫ് കൾച്ചർ. ഓക്കെ ലക്ഷ്മിപ്രിയ. അപ്പൊ ഈ ഹാങ്ങിങ് ഡ്രോപ്പ് ഇതില് എന്താണ്, ഇൻ ദിസ് മെത്തേഡ് എ ഡ്രോപ്പ് ഓഫ് കൾച്ചർ ഇസ് പ്ലേസ്ഡ് ഓൺ എ കവർ സ്ലിപ്പ്. ഈ കവർ സ്ലിപ്പില്
ആണ് ഒരു കൾച്ചർ പ്ലേസ് ചെയ്യുന്നത്. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ദാറ്റ് ഈസ് എൻസർക്കിൾഡ് വിത്ത് പെട്രോളിയം ജെല്ലി, അല്ലെങ്കിൽ അതിന് ഒരു സ്റ്റിക്കി മെറ്റീരിയൽ വെച്ചിട്ട് പേസ്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ദെൻ ദ cover slip and the drop are then inverted over the well of a depression slide. ഞാൻ പറഞ്ഞില്ലേ, ആ സ്ലൈഡിൽ ഇങ്ങനെ ഒരു ഡിപ്രഷൻ ഉണ്ടാവും. ആ ഡിപ്രഷൻ സ്ലൈഡിൽ ഈ കവർ സ്ലിപ്പിലുള്ള കൾച്ചറിനെ നമ്മൾ അവിടെ വെച്ചിട്ട് സ്റ്റിക്ക് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ എന്താ ചെയ്യുന്നത്? എന്നിട്ട് ഇതിനെ മൈക്രോസ്കോപ്പിന്റെ അണ്ടറിൽ വെച്ചിട്ട് ഒബ്സർവ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ ഈ ബാക്ടീരിയ മോട്ടൈൽ ബാക്ടീരിയ ആണെങ്കിൽ ഇത് മൂവ് ചെയ്യും. ക്ലിയർ? അപ്പൊ ഇത് ഡ്രോപ്പ് ഇങ്ങനെ മുകളിൽ നിന്ന് ഇങ്ങനെ താഴോട്ട് നിൽക്കുകയല്ലേ ചെയ്യുന്നത്. അപ്പൊ ഡ്രോപ്പ് ഹാങ്സ് ഫ്രം ദി കവർ സ്ലിപ്പ് ആൻഡ് ദ പെട്രോളിയം ജെല്ലി ഫോംസ് എ സീൽ ദാറ്റ് പ്രിവെന്റ്സ് ഇവാപറേഷൻ. സീൽ ചെയ്ത് കിടക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇത് പെട്ടെന്ന് ഇത് നമുക്ക് ഇപ്പം ഈസി ആയിട്ട് വെദർ ദിസ് ഇസ് മോട്ടൈൽ ബാക്ടീരിയ, നോൺ മോട്ടൈൽ ബാക്ടീരിയ, അല്ലെങ്കിൽ ഏത് ടൈപ്പ് ബാക്ടീരിയ ആണെന്ന് ഈസിലി ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാനുള്ള ഒരു മെത്തേഡാണ് ഹാങ്ങിങ് ഡ്രോപ്പ് മെത്തേഡ്. ക്ലിയർ? ഹാങ്ങിങ് ഡ്രോപ്പ് മെത്തേഡ് സിലബസിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഹാങ്ങിങ് ഡ്രോപ്പ് മെത്തേഡ് എന്താണെന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. ഇനി അടുത്തതാണ് സ്റ്റെയിനിങ് റിയാക്ഷൻ. ഇപ്പൊ ഞാൻ മുന്നേ പറഞ്ഞിരുന്നു, സ്റ്റെയിനിങ് റിയാക്ഷൻ ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ബാക്ടീരിയൽ സെൽസ് വെരി ക്ലോസ് ടു ദാറ്റ് ഓഫ് വാട്ടർ. അപ്പൊ എന്താ സംഭവിക്കുന്നത്? നമ്മൾ ഈ ചുമ്മാ ബാക്ടീരിയൽ സെൽസ് എടുത്ത് സ്ലൈഡിൽ ഇങ്ങനെ കവർ സ്ലിപ്പ് ഇട്ട് നോക്കിക്കഴിഞ്ഞാൽ വി കനോട്ട് ഒബ്സർവ് എനി ബാക്ടീരിയ. അപ്പൊ അല്ലെങ്കിൽ വി കനോട്ട് ഐഡന്റിഫൈ, നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് കാണാൻ പറ്റില്ല. അപ്പം ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു ഒബ്സർവ് ദം ക്ലിയർലി. അപ്പൊ ടു ഓവർകം ദിസ് ഡിഫിക്കൽട്ടി ദ സെൽസ് ആർ കളേർഡ് ബൈ സ്റ്റെയിൻസ്. ഓക്കെ, എന്നാൽ മാത്രമേ നമുക്ക് ഈ ഓരോ ബാക്ടീരിയൽ സെൽസിനെയും കാണാൻ പറ്റുള്ളൂ. ഇറ്റ്സ് ഇംപാർട്ട് ഡീപ് കളർ ടു ദ സെൽസ്. അപ്പം നല്ല കളർഫുൾ ആയിട്ട് കാണാൻ പറ്റുന്ന സ്റ്റെയിൻസ് ഒക്കെ യൂസ് ചെയ്ത് സ്റ്റെയിൻ ചെയ്തിട്ടാണ് നമുക്ക് ഈ ബാക്ടീരിയനെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുക സറൗണ്ടിങ് മീഡിയം. അപ്പൊ അതിന് ബേസിക് ആയിട്ടുള്ള സ്റ്റെയിനിങ് ടെക്നിക്സ് ഉണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത് സ്റ്റെയിനിങ് ടെക്നിക്സ്, ഗ്രാം സ്റ്റെയിനിങ് പഠിക്കാനുണ്ട്. അപ്പം ടൈപ്സ് ഓഫ് സ്റ്റെയിനിങ് ഓഫ് ബാക്ടീരിയ. ഈ ബാക്ടീരിയൽ സ്റ്റെയിനിങ് തന്നെ പലതരം ബാക്ടീരിയൽ സ്റ്റെയിനിങ് ഉണ്ട്. ദ ഫസ്റ്റ് വൺ ഇസ് സിമ്പിൾ സ്റ്റെയിനിങ്. സിമ്പിൾ സ്റ്റെയിനിങ്. അപ്പം ദെൻ ഡിഫറൻഷ്യൽ സ്റ്റെയിനിങ്. ബാക്ടീരിയനെ രണ്ട് തരത്തിൽ സ്റ്റെയിൻ ചെയ്യാം. ഒന്ന് ദാറ്റ് ഈസ് സിമ്പിൾ സ്റ്റെയിനിങ് ആൻഡ് ഡിഫറൻഷ്യൽ സ്റ്റെയിനിങ്. സിമ്പിൾ സ്റ്റെയിനിങ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ടു ഒബ്സർവ് ദ ഷേപ്പ് ആൻഡ് അറേഞ്ച്മെന്റ് ഓഫ് ബാക്ടീരിയൽ സെൽ. അപ്പൊ അതിന്റെ ഷേപ്പ്, അറേഞ്ച്മെന്റ് അതൊക്കെ എങ്ങനെയാന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്, ഇപ്പൊ കോക്കയാണോ, മോണോകോക്കയാണോ, ഒപ്റ്റോകോക്കസ് ആണോ, ഡിപ്ലോകോക്കസ് ആണോ എന്നൊക്കെ അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സിമ്പിൾ സ്റ്റെയിനിങ് ചെയ്യുന്നത്. ഓക്കെ, അത് തന്നെ രണ്ട് തരത്തിലുണ്ട്, അസിഡിക് സ്റ്റെയിനിങ് ആൻഡ് ബേസിക് സ്റ്റെയിനിങ്. ക്ലിയർ? അസിഡിക് സ്റ്റെയിനിങ്ങും ബേസിക് സ്റ്റെയിനിങ്. പിന്നെ ഡിഫറൻഷ്യൽ സ്റ്റെയിനിങ്, ആ പേര് തന്നെ അറിയാൻ പറ്റും അല്ലെ, എന്താണ് ഡിഫറൻഷ്യൽ സ്റ്റെയിനിങ്. അപ്പം ദാറ്റ് ഈസ് അത് ഡിഫറെന്റ് ആയിട്ട് കാണാൻ പറ്റും. ഇപ്പോൾ ഒരു ഗ്രാം പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ് ടൈപ്പ് ഓഫ് ബാക്ടീരിയ. അപ്പൊ സെപ്പറേഷൻ ഇൻ ടു ഗ്രൂപ്പ്സ്. അപ്പൊ ബാക്ടീരിയനെ പലതരം ഡിഫറെന്റ് ബാക്ടീരിയ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഒരു സ്ലൈഡിൽ തന്നെ അതിലിപ്പോ എത്ര തരത്തിലുള്ള ബാക്ടീരിയ ഉണ്ടോ അതെല്ലാം ഡിഫറെന്റ് കളേഴ്സിൽ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റും. അതാണ് സെപ്പറേഷൻ ഡിഫറൻഷ്യൽ സ്റ്റെയിനിൽ കാണുന്നത്. ദാറ്റ് ഈസ് ദീസ് bacteria can be either separated into groups അല്ലെങ്കിൽ visualization of specific structures of bacteria. സ്പെസിഫിക് സ്ട്രക്ചേഴ്സ് ഒക്കെ മാത്രം കാണാം. ഇപ്പൊ സ്പോർസ്, ക്യാപ്സ്യൂൾ അല്ലെങ്കിൽ ഫ്ലജല്ല, പിന്നെ അതുപോലെ ഇൻക്ലൂഷൻ, അതിന്റെ അകത്തെ ഏതെങ്കിലും ഓർഗനൽസ്, ഇൻക്ലൂസീവ് ബോഡീസിനെയൊക്കെ സ്റ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഡിഫറൻഷ്യൽ സ്റ്റെയിനിങ് ടെക്നിക്ക് യൂസ് ചെയ്യുന്നത്. മനസ്സിലായല്ലോ? ഡിഫറൻഷ്യൽ സ്റ്റെയിനിങ് ടെക്നിക്സ് ഇങ്ങനെ ഇത് സെപ്പറേറ്റ് ചെയ്തിട്ട് കാണാൻ വേണ്ടിയിട്ടും അതിന്റെ ഓർഗൻസ് അല്ലെങ്കിൽ സ്പെസിഫിക് സ്ട്രക്ചേഴ്സ് ഒക്കെ കാണുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഡിഫറൻഷ്യൽ സ്റ്റെയിനിങ് നമ്മൾ എടുക്കുന്നത്. അപ്പൊ ഈ ആദ്യത്തേത് സെപ്പറേഷൻ ഇൻ ടു ഗ്രൂപ്പ് ആയിട്ട് സെപ്പറേറ്റ് ചെയ്യുന്നത്. മെയിൻലി രണ്ട് ഗ്രൂപ്പാണ്. ഫസ്റ്റ് വൺ ഇസ് ഗ്രാം സ്റ്റെയിനിങ്. ഗ്രാം സ്റ്റെയിനിങ് സാധാരണ ചെയ്യുന്നതാണ് ഗ്രാം സ്റ്റെയിനിങ്. അപ്പൊ അത് ഗ്രാം പോസിറ്റീവ് ആൻഡ് ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അതുപോലെ ആസിഡ് ഫാസ്റ്റ് സ്റ്റെയിനിങ് ഉണ്ട്. ദീസ് ആർ ഓൾ സെപ്പറേഷൻ ടെക്നിക്കാണ്. ദെൻ വിഷ്വലൈസേഷൻ ഓഫ് സ്പെസിഫിക് സ്ട്രക്ചേഴ്സ്. സ്പോർ സ്റ്റെയിൻ ചെയ്യാൻ, സ്പോർ ഒബ്സർവ് ചെയ്യണമെങ്കിൽ, ബാക്ടീരിയൽ സ്പോർ ചെയ്യണമെങ്കിൽ സ്പോർ സ്റ്റെയിനിങ് ചെയ്യണം. ഇപ്പൊ ക്യാപ്സ്യൂൾ ഒബ്സർവ് ചെയ്യണമെങ്കിൽ ക്യാപ്സ്യൂൾ സ്റ്റെയിനിങ് ചെയ്യണം. ഫ്ലജല്ല ഒബ്സർവ് ചെയ്യണമെങ്കിൽ ഫ്ലജല്ലെ മാത്രം സ്റ്റെയിൻ ചെയ്യുന്ന ടെക്നിക് യൂസ് ചെയ്യണം. ഇൻക്ലൂഷൻ ബോഡീസ് കണ്ടുപിടിക്കണമെങ്കിൽ ഇൻക്ലൂഷൻ സ്റ്റെയിനിങ് ചെയ്യണം.
ഓക്കെ. അപ്പൊ ഇങ്ങനെയുള്ള സ്റ്റെയിനിങ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഈ സ്റ്റെയിനിങ്സ് എല്ലാം ഡിഫറൻഷ്യൽ സ്റ്റെയിനിങ് ആണ്. അതുകൊണ്ടാണ് നമുക്ക് ഈ സ്പെസിഫിക് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് ഒക്കെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ ദീസ് ആർ ദി ടൈപ്സ് ഓഫ് സ്റ്റെയിനിങ് ഓഫ് ബാക്ടീരിയ. മെയിൻലി സിമ്പിൾ ആൻഡ് ഡിഫറൻഷ്യൽ സ്റ്റെയിനിങ് ആണ് ഉള്ളത്. അപ്പൊ സിമ്പിൾ സ്റ്റെയിനിങ് എന്ന് പറയുന്നത് എന്താണ്? Here only one stain is used in simple staining. ഓക്കെ. അപ്പൊ എക്സാമ്പിൾ മെത്തിലൈൻ ബ്ലൂ, പിന്നെ അതുപോലെ ബേസിക് ഫ്യൂഷൻ, ഒരു സ്റ്റെയിനെ യൂസ് ചെയ്യുന്നുള്ളൂ ടു ഒബ്സർവ്. അപ്പൊ ഇപ്പൊ നമുക്ക് ഈ സിമ്പിൾ സ്റ്റെയിൻ വെച്ചിട്ട് ഇപ്പൊ അത് ഏകദേശം അതിന്റെ ഷേപ്പ് എങ്ങനെയാണ് അല്ലെങ്കിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് മാത്രമേ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റൂ. ഫോർ എക്സാമ്പിൾ കോക്കയാണോ, ബാസിലയാണോ, വിബ്രയാണോ, സ്പൈറലസ് ആണോ, പിന്നെ അതുപോലെ സിംഗിൾ ആയിട്ടാണോ അറേഞ്ച് ചെയ്തിരിക്കുന്നത്, ഡിപ്ലോകോക്കയാണോ, ഒക്ടോകോക്കസ് ആണോ, അതോ അല്ലെങ്കിൽ ഇങ്ങനെ ചെയിൻ ആയിട്ടാണോ അറേഞ്ച് ചെയ്തിരിക്കുന്നത്, അങ്ങനെയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ബൈ സിമ്പിൾ സ്റ്റെയിനിങ്. ഓക്കെ, സിമ്പിൾ സ്റ്റെയിനിങ്. Then differential staining. Differential staining വെച്ചിട്ട് using this differential staining methods. പേര് തന്നെ അറിയാം അല്ലെ, നമുക്ക് ബാക്ടീരിയനെ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് അറിയുന്നതിന് വേണ്ടിയിട്ടാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഡിഫറൻഷ്യൽ സ്റ്റെയിനിങ് ചെയ്യുന്നത്. Methods are performed to differentiate bacteria into different groups based on the staining characteristics. അപ്പൊ നമ്മൾ ഏത് സ്റ്റെയിൻ ആണോ ചെയ്യുന്നത് ആ സ്റ്റെയിൻ അനുസരിച്ചിട്ട് ബാക്ടീരിയ ദാറ്റ് വിൽ ബി ഷോയിങ് സർട്ടൺ കളേഴ്സ്. അപ്പൊ ആ കളർ കാണിക്കും. അപ്പൊ നമുക്ക് അത് ആ കളറിനെ വെച്ചിട്ട് നമുക്ക് ബാക്ടീരിയനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. മോസ്റ്റ്ലി ഡിഫറൻഷ്യൽ സ്റ്റെയിനിങ്ങിൽ വരുന്നതാണ് ഗ്രാം സ്റ്റെയിനിങ് ആൻഡ് ആസിഡ് ഫാസ്റ്റ് സ്റ്റെയിനിങ്. ഓക്കെ, ഇമ്പോർട്ടന്റ് ആണ്. ഗ്രാം സ്റ്റെയിനിങ്, ആസിഡ് ഫാസ്റ്റ് സ്റ്റെയിനിങ് ആർ എക്സാമ്പിൾസ് ഫോർ ഡിഫറൻഷ്യൽ സ്റ്റെയിനിങ്. അപ്പൊ അതില് ഗ്രാം സ്റ്റെയിനിങ് പഠിക്കാനുണ്ട്. ഗ്രാം സ്റ്റെയിനിങ് ഇസ് പെർഫോം ടു ഡിഫറൻഷിയേറ്റ് ഏതാണ് ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയയും ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയനെയും ഡിഫറൻറ്റ് ആയിട്ട് ഏതാണ് പോസിറ്റീവ് ഏതാണ് നെഗറ്റീവ് എന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഗ്രാം സ്റ്റെയിനിങ് ചെയ്യുന്നത്. അപ്പൊ ഗ്രാം സ്റ്റെയിനിങ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഗ്രാം സ്റ്റെയിനിങ് ഇമ്പോർട്ടന്റ് ആണ്. ഗ്രാം സ്റ്റെയിനിങ് വാസ് ഡെവലപ്ഡ് ബൈ ക്രിസ്റ്റ്യൻ ഗ്രാം ആണ് കൊണ്ടുവന്നത്, അല്ലെങ്കിൽ ഈ ടെക്നിക്ക് കൊണ്ടുവന്നത്. ഹി വാസ് എ ഡാനിഷ് ഫിസിഷ്യൻ ആണ് ക്രിസ്റ്റ്യൻ ഗ്രാം എന്ന് പറയുന്നത്. അപ്പൊ ഹി ക്ലാസിഫൈഡ് ബാക്ടീരിയ ഇൻടു 2 മേജർ ഗ്രൂപ്പ്സ്. ഏതാണ്? ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയയും ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ, അങ്ങനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? ബേസ്ഡ് ഓൺ ദി സ്റ്റെയിനിങ് മെത്തേഡ് അല്ലെങ്കിൽ മെത്തേഡ്സ് ഓഫ് സ്റ്റെയിനിങ്. അതിനെയാണ് ഗ്രാം സ്റ്റെയിനിങ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? ഗ്രാം സ്റ്റെയിനിങ് കൊണ്ടുവന്നത് 1884 ക്രിസ്റ്റ്യൻ ഗ്രാം ആണ്. അപ്പൊ ഹി ഫോർമുലേറ്റഡ് ഗ്രാം സ്റ്റെയിനിങ് മെത്തേഡ്സ് ആൻഡ് ബേസ്ഡ് ഓൺ ദി gram staining he classified bacteria into 2 major groups, gram positive bacteria and gram negative bacteria. മനസ്സിലായല്ലോ? അപ്പൊ ബേസ്ഡ് ഓൺ ദി കെമിക്കൽ കമ്പോസിഷൻ ഓഫ് ദി സെൽ വാൾ, ഈ ഗ്രാം ബാക്ടീരിയൽ സെൽ വാള് അതിന്റെ കെമിക്കൽ കോമ്പോസിഷൻ അനുസരിച്ചിട്ട് ഈ ഗ്രാം സ്റ്റെയിനിങ് അബ്സോർബ് ചെയ്യുന്നത്. ഗ്രാം സ്റ്റെയിനിങ് യൂസസ് ക്രിസ്റ്റൽ വയലറ്റ് ആൻഡ് അപ്പൊ ഈ സ്റ്റെയിൻ എങ്ങനെയാന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഈ സ്റ്റെയിന് യൂസസ് ക്രിസ്റ്റൽ വയലറ്റ് ആസ് പ്രൈമറി സ്റ്റെയിൻ. അപ്പൊ ഈ ഗ്രാം സ്റ്റെയിനിങ്ങിൽ പ്രൈമറി സ്റ്റെയിൻ ഏതാണ്? ഇമ്പോർട്ടന്റ് ആണ് ക്രിസ്റ്റൽ വയലറ്റ്. ആൻഡ് മോഡന്റ് ഏതാണ്? അത് ഇമ്പോർട്ടന്റ് ആണ് അയഡിൻ is used as mordant and crystal violet is used as primary stain. And dilute carbol fusion or safranin as counter stain. കൗണ്ടർ സ്റ്റെയിൻ ഏതാണ്, പ്രൈമറി സ്റ്റെയിൻ ഏതാണ്, മോർഡന്റ് ഏതാണ് എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. ദെൻ സെൽ വാൾ ഓഫ് ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയ. അപ്പൊ ഈ ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയ ഇസ് റിച്ച് വിത്ത് പെപ്റ്റിഡോഗ്ലൈക്കൻ ആൻഡ് ടേക്കോയിക് ആസിഡ്. എന്താണ്? പെപ്റ്റിഡോഗ്ലൈക്കൻ ആൻഡ് ടീക്കോയിക് ആസിഡ് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഏത് ബാക്ടീരിയയിലാണ്? ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയ ഇസ് റിച്ച് ഇൻ പെപ്റ്റിഡോഗ്ലൈക്കൻ ആൻഡ് ടീക്കോയിക് ആസിഡ്. അപ്പം ഈ പെപ്റ്റിഡോഗ്ലൈക്കനും ടീക്കോയിക് ആസിഡും ഏതിലില്ല? ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയയിലില്ല. ഏതിലേ കാണുള്ളൂ? ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയയിലേ കാണുള്ളൂ. എന്ത്? പെപ്റ്റിഡോഗ്ലൈക്കൻ ആൻഡ് ടീക്കോയിക് ആസിഡ്. ക്ലിയർ? അപ്പം the major content of cell wall of gram negative bacteria is lipopolysaccharide. എന്താണ്? ലിപ്പോപോളിസാക്കറൈഡ് ആണ്. അപ്പം those bacteria which retain gram stain റീറ്റെയിൻ ചെയ്യുന്നതിനെയാണ് ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയ
ബാക്ടീരിയ എന്ന് പറയുന്നത്. ആൽക്കഹോൾ ട്രീറ്റ്മെന്റ് കഴിഞ്ഞിട്ട് ഗ്രാം സ്റ്റെയിൻ റീറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയ എന്ന് പറയുന്നത്. ആൻഡ് ദോസ് വിച്ച് ലോ സ്റ്റെയിൻ, സ്റ്റെയിൻ ഒന്നും കാണില്ല, നഷ്ടപ്പെട്ടു പോയിരിക്കും, അതിനെയാണ് ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ ഗ്രാം പോസിറ്റീവിനെ പോലെ നമുക്ക് ആദ്യത്തെ ഈ ആൽക്കഹോൾ ട്രീറ്റ്മെന്റ് വെച്ച് ചെയ്തു കഴിഞ്ഞാൽ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ. അപ്പം അത് സ്റ്റെയിൻ നഷ്ടപ്പെട്ടു ഇരിക്കുമല്ലോ, അപ്പൊ അതിൽ ഒബ്സർവ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഈ ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയനെ കാണണമെങ്കിൽ എന്ത് ചെയ്യണം? വെൻ കൗണ്ടർ സ്റ്റെയിൻഡ് വിത്ത് സാഫ്രാനിൻ ഓർ കാർബോ ഫ്യൂഷൻ അല്ലെങ്കിൽ സാഫ്രാനിൻ വെച്ചിട്ട് we have to counter stain ചെയ്ത് കഴിഞ്ഞാൽ we'll get എന്തെന്നാ കിട്ടുക? ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പൊ ഈ ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ പർപ്പിൾ അല്ലെങ്കിൽ ദാറ്റ് ഈസ് റെഡ് കളർ ആയിട്ട് കാണാം. നോട്ട് പർപ്പിൾ, റെഡ് കളറിലാണ് കാണുന്നത്. ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയ ആണെങ്കിൽ ഡീപ്പ് പർപ്പിൾ കളറിലാണ് കാണുന്നത്. ഓക്കെ. In spite of declaration, gram-positive bacteria retains primary stain, iodine complex. Primary stain iodine ഒരു കളർ ഉണ്ടല്ലോ, ബ്ലൂയിഷ്. അപ്പൊ പിന്നെ പ്രൈമറി സ്റ്റെയിന്റെയും കളർ അത് അപ്പം ക്രിസ്റ്റൽ വയലറ്റും അയഡിനും കൂടി ചെന്നിട്ട് ഒരു ഡീപ്പ് പർപ്പിൾ കളറിലാണ് ഏത് കാണുന്നത്? ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയ. ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ ആണെങ്കിലോ ഇറ്റ് അണ്ടർഗോസ് ഡീകളറേഷൻ. പറഞ്ഞില്ലേ, ആൽക്കഹോൾ ട്രീറ്റ്മെന്റ് കഴിയുമ്പോൾ ഡീകളറൈസ് ചെയ്ത് കഴിഞ്ഞു ആൻഡ് ഇറ്റ് ടേക്സ് കളർ ഓഫ് ദി കൗണ്ടർ സ്റ്റെയിൻ ഏതാണ് പറഞ്ഞത്? സാഫ്രാനിൻ അല്ലെങ്കിൽ കാർബോൾ ഫ്യൂഷൻ. അപ്പൊ അതിന്റെ കളറാണ് കാണുന്നത്. ഇറ്റ് അപ്പിയേഴ്സ് as റെഡ് കളർ. Any mechanical damage to cell wall cause gram variability in staining. ഈ സെൽസിൽ എന്തെങ്കിലും ഡാമേജ് ഒക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ മെത്തേഡ് നേരെ ചെയ്തില്ല എങ്കിൽ നമുക്ക് അതുപോലെ ഡിഫറൻസ് മനസ്സിലാക്കാൻ പറ്റില്ല. ഓക്കെ, ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയ, ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ. അപ്പൊ സ്ട്രെപ്റ്റോകോക്കസ്, സ്റ്റെഫൈലോകോക്കസ്, ലാക്ടോബാസിലസ് ഇതൊക്കെയാണ് ഗ്രാം പോസിറ്റീവ്. ഏതൊക്കെയാണ്? സ്ട്രെപ്റ്റോകോക്കസ്, സ്റ്റെഫൈലോകോക്കസ്, ലാക്ടോബാസിലസ്. ഗ്രാം നെഗറ്റീവ് എന്ന് പറയുന്നത് ഈക്കോളൈ, സാൽമണല്ല, അസറ്റോബാക്ടർ, അത്രയൊക്കെയാണ്. പിന്നെ ബാക്ടീരിയയുടെ സൈസ് എന്ന് പറഞ്ഞാൽ 0.2 to 250 മൈക്രോമീറ്റർ ഒക്കെ വരും. ഓക്കെ. അപ്പൊ നമുക്ക് ഇങ്ങനെ ഗ്രാം സ്റ്റെയിനിങ് ചെയ്യുമ്പോൾ പർപ്പിൾ കളറിൽ പോസിറ്റീവും റെഡ് കളറിൽ ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയയും ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് കാണാൻ പറ്റും. ഓക്കെ, മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു ഗ്രാം സ്റ്റെയിനിങ്. അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ദാറ്റ് ഈസ് ബാക്ടീരിയയുടെ ഐഡന്റിഫിക്കേഷൻ ആൻഡ് മോർഫോളജിക്കൽ ടൈപ്സ് ഓഫ് ബാക്ടീരിയ, പിന്നെ അതുപോലെ ഇതിന്റെ സ്റ്റെയിനിങ് ടെക്നിക്സ്, ദെൻ ഇൻഫെക്ഷൻസ്, അതൊക്കെയാണ് നോക്കിയിരുന്നത്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇതിന്റെ ക്വസ്റ്റ്യൻസ് ഇടുന്നതാണ്, അപ്പൊ അത് ചെയ്തേക്കണം. ഓക്കെ, താങ്ക് യു.